ನಮ್ಮ അതിൽ സന്തോഷം ഇരുത്തത്. പ്രൈസ് ദി ലോർഡ്. ഈ മീറ്റിംഗ് നടക്കുമ്പോൾ സന്തോഷ് ഇവിടെ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒക്കെ ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ആമേൻ ഒരു വ്യക്തിക്ക് ആമേൻ വളരെ അടുത്തൊരു വ്യക്തിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തെ ഓർത്തും കുടുംബത്തെ ഓർത്തും പ്രാർത്ഥിക്കണം. സന്തോഷമായി പ്രാർത്ഥന നടക്കുകയോ ആർക്കോ ആമേൻ. 2-3 പേർ ഇവിടെ മരിച്ചിട്ടുണ്ട്. എൻ്റെ ക്ലോസ് ഫ്രണ്ട് ഒരു അഡ്വക്കേറ്റിൻ്റെ അമ്മ മരിച്ചിട്ടുണ്ട്. ദൈവത്തിന് ഞങ്ങളുടെ സഭയിലൊരു വിശ്വാസിയുടെ റിലേഷൻ ആൾ മരിച്ചിട്ടുണ്ട്. ആമേൻ. ഇങ്ങനെ ഒരു തടസ്സങ്ങളുടെ ഒരു കാലഘട്ടം ഉണ്ട്. നമുക്കിതൊന്നും വിഷയമല്ല. പ്രൈസ് ലോർഡ്. ഇതൊന്നും വിഷയമല്ല. കുറച്ച് പേരെ ഉള്ളെങ്കിലും ആമേൻ നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. കുറച്ച് സമാധാനത്തോടെ ഇരുന്നാട്ടെ. പ്രൈസ് ലോർഡ്. ആമേൻ. ഞാൻ പറയുന്നത് ഒരു രാത്രി 8:30-9 മണി വരെ ഈ മീറ്റിംഗ് നീണ്ടുപോകും. രാത്രി 8 ವರೆ 9 ಗಂಟೆ ವರೆ ಈ ಮೀಟಿಂಗ್ ಹೋಗುತ್ತದೆ. ಒಂದು ಟೈಮ್ ಮಾತ್ರ ಊಟ. ನಾನು ಇಲ್ಲಿ ಹೇಳಿದೆ ಫಾಸ್ಟಿಂಗಿನ ವಿಷಯ ಬರೆಯೋಕ್ಕೆ ಆಮೇನ್ ಆ್ಯಕ್ಚುಲಿ ನೋಟಿಸಲ್ಲಿ ಬರೆಯೋಕ್ಕೆ ನಾವು ಮರ್ತೋಗ್ಬಿಟ್ಟು. ಆದರೆ ಮಧ್ಯಾಹ್ನ ಊಟ ಇಲ್ಲ. ಎಮರ್ಜೆನ್ಸಿ ಇರೋರ್ಕಲ್ಲಿ ಬ್ರೆಡ್ ಇಟ್ಟಿದ್ದಾರೆ. ಪ್ರೈಸ್ ಲಾರ್ಡ್. ಹಲ್ಲೆಲೂಯಾ. ತಿನ್ಬೋದು. ಆದರೆ 5 ಗಂಟೆ ನಮಗೆ ಊಟ ಇದೆ. ಏನಕ್ಕಾಗಿ ಹಂಗೆ ಮಾಡುವುದು ಅಂದರೆ ಪ್ರೈಸ್ ಲಾರ್ಡ್ ಆಮೇನ್ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಕೆಲವ ಸಾಕ್ರಿಫೈಸಲಾಗಿರುವ ಮೂಮೆಂಟ್ಗಳು ಉಂಟಾಗಬೇಕು. ಅದು ಪಾಸಿಂಗ್ ಆಗಲಿ, ಕಣ್ಣೀರಾಗಲಿ, ನಮ್ಮನ್ನು ತಗಿಸುವ ಕ್ರಿಯೆಗಳಾಗಲಿ. ಈ ಪಾಸ್ ವಿನೋದ ಪ್ರಾರ್ಥನೆ ಮಾಡಿಸಿದಾಗ ಮನಂದಿರಿಬಿಕೆ ಎಂಬುದಾಗಿ ವಿಷಯ ಹೇಳಿದಾರಲ್ಲ. ಆಮೇನ್. ನಾವು ಒಬ್ಬರು ಈ ದಿನವೂ ಕ್ರಿಸ್ತನ ಹೃದಯವನ್ನು ಅರಿತು ಆಮೇಲೆ ದೇವರ ಸೇವೆಗಾಗಿ ಕಣ್ಣೀರಲ್ಲಿ ಒಪ್ಪಿಸಿಬಿಟ್ರೆ ಈ ಮೀಟಿಂಗ್ ಸಕ್ಸಸ್ ಆಗುತ್ತದೆ. ಒಬ್ಬರೇ ನೋಡುವ ಉಜ್ಜೀವನಕ್ಕಾಗಿ ಒಂದು ಚಾರ್ಲ್ಸ್ ಫಿನ್ನಿ, ಒಂದು ಜಾನ್ ವೆಸ್ಲಿ, ಆಮೇಲೆ ಒಂದು ಪ್ರಯರ್ ಹೆಡ್ ಜಾನ್ ಹೆಡ್ ಆಮೇಲೆ ಎದ್ದೋಳಿದರೆ ಈ ಮೀಟಿಂಗ್ ಸಕ್ಸಸ್ ಆಗುತ್ತದೆ ಎಂಬುದಾಗಿ ನಂಬುವನಾಗಿದ್ದಾರೆ ನಾನು. ಅದಕ್ಕೆ ಕರ್ತರು ನಿಮ್ಮನ್ನು ಪ್ರಾರ್ಥನಾ ಅಭಿಷೇಕದಿಂದ ತುಂಬಲ್ಪಡಿಸಲಿ ಎಂಬುದಾಗಿ ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೇನೆ. ಪಾಸ್ಟರ್ ಗೋಬಿ ಅವರನ್ನು ಪ್ರೀತಿಯಿಂದ ಆಮಂತ್ರಿಸ್ತೇನೆ. പാസ്റ്റർ മുന്നോട്ട് വന്നാട്ടെ. പാസ്റ്റർ ജോയൽ വന്നോളൂ. ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ട് അദ്ദേഹം എഴുന്നേൽക്കും. ഒരു അരമണിക്കൂർ ആമേൻ. ആമേൻ. പാസ്റ്റർ താങ്ക് യു. വേദിയിൽ അധ്യക്ഷ പദവിയിലായിരിക്കുന്ന ಈ ಸಮಯದಲ್ಲಿ ವೇದಿಕೆಯ ಮೇಲೆ ಇಲ್ಲಿಯ ತನಕ ಮಾತನಾಡಿದಂಥ ಹಾಗೂ ಬಂದಿರುವಂಥ ಎಲ್ಲ ಗಣ ಹೆವನ್ಲಿ ಆರ್ಮೀಸ್ ಪ್ರೆಸಿಡೆಂಟ್ ಪಾಸ್ಟರ್ ಸಿಬಿ ಜೇಕಬ್ ಕುಟುಂಬಂ, ದೇವಸಭಾ ಹೆವೆನ್ಲಿ ಆರ್ಮಿ ಸೇವೆಯ ಅಧ್ಯಕ್ಷರಾಗಿರುವಂತಹ ಪಾಸ್ಟರ್ ಸಿಬಿ ಜೇಕಬ್ ಮತ್ತು ಅವರ ಕುಟುಂಬ, മറ്റ് ആർമീസ് കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനവും കേരളത്തിൽ നിന്നുള്ള ദിവദാസന്മാരുടെ വന്ദനവും അറിയിക്കുന്നു. ಮತ್ತು ಹೆವೆನ್ಲಿ ಆರ್ಮೀಸಿನ ಅನೇಕ ಕುಟುಂಬದ ಅಂಗಗಳಾಗಿರುವಂತಹ ನಿಮ್ಮನ್ನು ಕೇರಳದಿಂದ ಕೊಚ್ಚಿಯ ಪ್ರಾಂತ್ಯದಿಂದ ಶುಭಾಶಯಗಳನ್ನು ತಂದು ನಿಮ್ಮನ್ನು ಹಾರೈಸ್ತೇನೆ. ഈ മീറ്റിങ്ങുകളിലൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. ಈ ಒಂದು ಕೂಟದಲ್ಲಿ ಸಮರ್ಪಣೆಯನ್ನು ಮಾಡಿ ಪ್ರಾರ್ಥನಾ ಪೂರ್ವಕವಾಗಿ ಆರಂಭ ಮಾಡುವ ಅವಕಾಶ ನನಗೆ ಸಿಕ್ಕಿದೆ. ആ കരങ്ങൾ ഉയർത്തുന്നു. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ಕೈಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ಹಲ್ಲೆಲೂಯ. ഇവിടെ ഈ പ്രാർത്ഥനയിൽ തുടക്കം മുതലേ സംബന്ധിച്ചപ്പോൾ തന്നെ ಈ ಒಂದು ಸಮಯದಲ್ಲಿ ಪ್ರಾರ್ಥನಾ ಪೂರ್ವಕವಾಗಿ ಆರಂಭ ಮಾಡಿದ ಆ ಸಮಯದಿಂದಲೂ കർണാടകയിലെ സഭകൾക്കെതിരെ അല്ലെങ്കിൽ ദൈവദാസന്മാർക്കെതിരെ പൊങ്ങുന്ന ഒരു അന്തരീക്ഷം എനിക്ക് ഫീൽ ചെയ്യുവാനിടയായി. ಕರ್ನಾಟಕದಲ್ಲಿ ಸೇವಕರಿಗೆ ವಿರೋಧವಾಗಿ ಸಭೆಗಳಿಗೆ ವಿರೋಧವಾಗಿ ಎದ್ದೇಳುತ್ತಿರುವಂಥ ವಾತಾವರಣ ನಾನು ಅನುಭವದಿಂದ ಸವಿದೆ. അതൊരു ഭയത്തിൻ്റെ വ്യാപാരമാണ്. ಅದೊಂದು ಭಯದಿಂದ ತುಂಬಿರುವ ವಾತಾವರಣ. ഒരു ഭയം, അതായത് കൈകാലുകൾ തളർന്നു പോകുന്ന വിധത്തിൽ ಅದೊಂದು ಭಯವಾಗಿದೆ. ಕೈಕಾಲುಗಳು ಸೋತು ಹೋಗುವ ಹಾಗೆ ദൈവരാജ്യത്തിൻ്റെ വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ വണ്ണം തളർത്തി കഴിക്കുന്ന ഒരു മണ്ഡലത്തെ ആത്മാവിനെ കാണിപ്പാനിടയായി. ದೇವರ ರಾಜ್ಯದ ನಿಯಮಕ್ಕಾಗಿ
ಓಡುತ್ತಾ ಇರುವುದಕ್ಕೆ ಆಗದೆ ಇರುವಂತ ಅಂಗಗಳನ್ನು ನಾನು ನೋಡ್ಲಿಕ್ಕಾದೆ. ಈಗ പരിശുദ്ധാത്മാവ് എനിക്കൊരു വചനം നൽകിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ಪರಿಶುದ್ಧಾತ್ಮನೊಂದು ವಾಕ್ಯವನ್ನ ನನಗೆ ತಿಳಿಸಿ ಹೀಗೆ ಹೇಳಿದನು, സഭയെ ഉണർത്തുന്ന ഒരു ആത്മശക്തിയുടെ വ്യാപാരത്തെ ഇന്ന് ഞാൻ ഇതിനകത്ത് അയക്കുമെന്ന്. ಈ ಸ್ಥಳದಲ್ಲಿ ಸಭೆಯನ್ನ ಉಜ್ಜೀವನದ ಒಳಗಡೆ ನಡೆಸುವ ಆತ್ಮ ವ್ಯಾಪಾರ. കരങ്ങളെ അടിച്ചുന്ന ശക്തിയോടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. ಕರ್ತನ ನಾಮವನ್ನು കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഭയത്തിന്റെ, ആ തളർച്ചയുടെ, അസ്വസ്ഥതയുടെ വ്യാപാര മണ്ഡലങ്ങളെ ഞങ്ങൾ ആത്മാവിലായി യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിച്ചു മാറ്റുകയാണ്. ಕರ್ತನೆ, ನಾವೆಲ್ಲರೂ ಒಂದಾಗಿ ಸೇರಿ ಒಂದೇ ಆತ್ಮ ಉಳ್ಳವರಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾ ಇದ್ದೇವೆ. ಭಯವನ್ನ ಏರ್ಪಡಿಸುವ ಆತ್ಮವನ್ನ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ನಾವು ಲಯ ಮಾಡಿ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. ആമേൻ. ಆಮೆನ್. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയട്ടെ. ಒಂದು ಕಾರ್ಯವನ್ನ ನಾನು ಬಹಳ ನಿರ್ದಿಷ್ಟವಾಗಿ ಹೇಳ. ദൈവദാസന്മാർക്ക് ആവശ്യമായി വേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ದೇವ ಸೇವಕರಿಗೆ ಬಹಳ ಅಗತ್ಯ ಇರುವಂತ ಒಂದು ವಿಚಾರವನ್ನ ಸತ್ಯವೇದ ತಿಳಿಸ್ತದೆ. അത് വിശ്വസ്തതയാണ്. ಅದು ನಂಬಿಗಸ್ತಿಕೆ. എന്നാൽ വിശ്വസ്തത ഇരിക്കുന്നത് ഒരു അഭിഷേകത്തിനകത്താണ്. ಆದರೆ ನಂಬಿಗಸ್ತಿಕೆ ಎನ್ನುವಂಥದ್ದು ಉಳಿಯುವಂಥದ್ದು ಅಭಿಷೇಕದ ಒಳಗಡೆ ಮಾತ್ರ. അഭിഷേകത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുമ്പോൾ വിശ്വസ്തത നമ്മളിലൂടെ വെളിപ്പെടുവാൻ തുടങ്ങുന്നു. ಅಭಿಷೇಕದ ಶಕ್ತಿ ನಮ್ಮೊಳಗೆ ವ್ಯಾಪರಿಸುವಾಗ ನಂಬಿಗಸ್ತಿಕೆಯ ಶಕ್ತಿ ನಮ್ಮಲ್ಲಿ ಪ್ರಬಲವಾಗ್ತದೆ. ആമേൻ. വിശ്വസ്തത നമ്മളിൽ വെളിപ്പെടുമ്പോൾ സഭകളിൽ ആത്മാക്കളുടെ എണ്ണം കൂടുകയത്രേ ചെയ്യുന്നത്. ನಂಬಿಗಸ್ತಿಕೆ ಎನ್ನುವಂಥದ್ದು ನಮ್ಮಲ್ಲಿ ಪ್ರಕಟವಾಗುವಾಗ ಸಭೆಯ ಒಳಗಡೆ ಆತ್ಮಗಳು ಏರಾಳವಾಗುತ್ತವೆ. കരങ്ങളെ അടിച്ച് അല്പനേരം അന്യഭാഷയിലൊന്ന് ആരാധിക്കാം. ಕೈಗಳನ್ನು ತಟ್ಟುತ್ತಾ അതേ കർത്താവേ, വിശ്വസ്തത വെളിപ്പെടുത്തുന്ന ഒരു അഭിഷേകത്തിന്റെ ആത്മതലം ഇവിടെ വെളിപ്പെടുവാൻ കരങ്ങൾ അടിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. വിശ്വസ്തത വെളിപ്പെടുന്ന ഒരു ആത്മതലം യേശുവിന്റെ നാമത്തിൽ ഒരു അഭിഷേകത്തിന്റെ ആത്മതലം ഇവിടെ വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഭിഷിക്തന്മാർക്കായി അടിയങ്ങനെ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തത വെളിപ്പെടേണ്ടതിന് അതേ കർത്താവേ, അതിനാവശ്യമായ ഒരു ആത്മതലം വെളിപ്പെടുവാൻ, ഒരു അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കേണ്ടതിനായി യേശുവിൻ നാമത്തിൽ തീ പോലെ അത് വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ അത് ಬೆಂಕಿಯಾಗಿ ಪ್ರಕಟವಾಗಲಿ. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? ಒಂದು ವಾಕ್ಯವನ್ನು ಓದ್ತೀರಾ? വെളിപ്പാട് പുസ്തകം ಪ್ರಕಟಣೆಯ ಪುಸ್ತಕ 5ാം അധ്യായത്തിന്റെ 5ನೇ ಅಧ್ಯಾಯದ 9-10 ವಾಕ್ಯಗಳು. 9 ಮತ್ತು 10ನೇ ವಚನ. അടുത്ത വാക്യം. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് പാടുന്നു. രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്: രാജ്യവും പുരോഹിതന്മാരും. ಪ್ರಕಟಣೆಯ ಪುಸ್ತಕ 5ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ಗಮನಿಸಿದ 9-10ನೇ ವಚನದ 2ನೇ ಭಾಗ ಹೀಗೆ ಹೇಳ್ತದೆ: ರಾಜ್ಯವೆಂದು ದೇವರು ನಮ್ಮನ್ನು ರಾಜ್ಯವನ್ನಾಗಿಯೂ ಯಾಜಕರನ್ನಾಗಿಯೂ ಆರಿಸಿಕೊಂಡಿದ್ದಾನೆ ಎಂಬುದಾಗಿ. രാജ്യമെന്ന് പറഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. ರಾಜ್ಯವನ್ನಾಗಿ ಅಂದರೆ ಅಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ ಒಂದು ಅಡ್ಮಿನಿಸ್ಟ್ರೇಷನ್ ചെയ്യുവാനുള്ള ഒരു അതിശക്തമേറിയ ഒരു അഭിഷേകത്തിന്റെ വ്യാപാരമാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളിൽ വ്യാപരിക്കുന്ന രാജാവ് അല്ലെങ്കിൽ രാജകീയ ಅವಕಾಶ ಎಂದು പറയുന്നത്. ಅಲ್ಲಿ ಹೇಳುತ್ತಾ ಇರುವಂತಹ ನಮ್ಮನ್ನ ರಾಜ್ಯವನ್ನಾಗಿ ಎಂಬುದಾಗಿ ಹೇಳುವಂತಹ ಭಾಗವನ್ನು ಗಮನಿಸುವಾಗ ಎಲ್ಲವನ್ನ ನಿಯಂತ್ರಿಸಿ ನಡೆಸಿಕೊಂಡು ಹೋಗುವುದಕ್ಕೆ ಅನುಕೂಲವಾದಂತಹ ಒಂದು ಅಭಿಷೇಕ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ പുരോഹിത ശുശ്രൂഷ എന്ന് പറയുന്നത് ശുശ്രൂഷ മേഖലകളിലുള്ള ഒരു അഭിഷേകത്തിന്റെ വ്യാപാരമാണ്. ആമേൻ. ಯಾಜಕರನ್ನಾಗಿ ಎಂಬುದಾಗಿ ಹೇಳುವಂತಹ ಅಭಿಷೇಕ ಸೇವೆ ಮಾಡಿಕೊಂಡು ಮುಂದುವರಿಯುವುದಕ್ಕಾಗಿರುವ ಅಭಿಷೇಕ. ಈ രണ്ട് ശുശ്രൂഷകൾക്കായി നമ്മെ ദൈവം ഭൂമിയിൽ നിയമിച്ചിരിക്കുന്നു. കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഈ ಎರಡು ಸೇವೆಗಾಗಿ ದೇವರು ನಮ್ಮನ್ನು ಭೂಮಿಯಲ್ಲಿ ನೇಮಿಸಿದ್ದಾನೆ. പദവി നിന്റെ മേലുണ്ട്, അതുപോലെ അത് ഒരു ശുശ്രൂഷ പദവി നിന്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. കരങ്ങളടിച്ച് ಮಾಡುವಂತ ಒಂದು ಅಭಿಷೇಕವನ್ನು ದೇವರು ನೇಮಿಸಿದ್ದಾನೆ. ಕೈಗಳನ್ನು ತಟ್ಟುತ್ತಾ ದೇವರ ನಾಮವನ್ನ ನಾವು ಘನಪಡಿಸುವವರಾಗೋಣ ಪ್ರಿಯರೇ.
എല്ലാവരും കരങ്ങളടിച്ചൊന്ന് സ്വതന്ത്രം ചെയ്താട്ടെ. ಎಲ್ಲರೂ ഒരു ಕೈಗಳನ್ನು ആത്മാന്തരീക്ഷത്തിന്റെ പകർച്ചവിടെ വെളിപ്പെടേണ്ടതിന് ಆತ್ಮಶಕ್ತಿ ഹല്ലേലൂയ, ಪ್ರಕಟವಾಗುವುದಕ್ಕಾಗಿ ഹല്ലേലൂയ. ಕೈಗಳನ್ನು ತಟ್ಟುತ್ತಾ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. രാജകീയ പുരോഹിത വർഗം എന്ന് പറഞ്ഞാൽ ഒരു രാജാവിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ അത് പദവി നിന്റെ മേലുണ്ട്. പുരോഹിതന്റെ ഒരു ശുശ്രൂഷ പദവി നിന്റെ മേലുണ്ട്. അതിനായിട്ട് ഇത്ര ഭൂമിയിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. നേരം ರಾಜ್ಯವನ್ನಾಗಿ ಅಂದರೆ ಎಲ್ಲವನ್ನ ನಿಯಂತ್ರಿಸಿಕೊಂಡು ಹೋಗುವ ಅಭಿಷೇಕ, ಯಾಜಕನನ್ನಾಗಿ ಅಂದರೆ ದೇವರ ಸೇವೆಯನ್ನ ಮಾಡುವಂತ ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ದೇವರು ನೇಮಿಸಿರುವಂತ ಕಾರಣದಿಂದ ಕೈಗಳನ್ನ ತಟ್ಟುತ್ತಾ ದೇವರ ನಾಮವನ್ನ ನೀನು ಘನಪಡಿಸುವ ವ್ಯಕ್ತಿಯಾಗಿರು. ജിഗപനഗദരഗ ജഗനഗദ ചന്ദുരമൗഢവരഗദഗരഗദഗേ. ഓ ഹല്ലേലൂയ. രാജകീയ അധികാരം അതെ അവിടുത്തെ ദാസന്മാരിൽ ഇപ്പോൾ വെളിപ്പെടട്ടെ. ರಾಜಕೀಯ ಅಭಿಷೇಕ ಅವರ ಮೇಲೆ ಪ್ರಕಟವಾಗಲಿ. ഒരു രാജകീയ പുരോഹിത വർഗത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ಒಂದು ರಾಜಕೀಯ ಪುರೋಹಿತ ಶಕ್ತಿ ನಮ್ಮೊಳಗೆ ವ್ಯಾಪರಿಸ್ತಾ ಇದೆ. 114 സങ്കീർത്തനം ഒന്ന് വായിക്കാം. 114 സങ്കീർത്തനം 114ನೇ ಕೀರ್ತನೆಯನ್ನು ಓದ್ತೀರಾ? യഹൂദ അവന്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവന്റെ ആധിപത്യവുമായി തീർന്നു. ಯಹೂದವು ದೇವರ ಪರಿಶುದ್ಧ ವಾಸಸ್ಥಾನವು, ಇಸ್ರಾಯೇಲು ಆತನ ರಾಜ್ಯವು. സമുദ്രം കണ്ട് ഓടി യോർദാൻ പിൻവാങ്ങിപ്പോയി. ಸಮುದ್ರವು ಕಂಡು ಓಡಿ ಹೋಯಿತು, ಯೋರ್ದಾನ್ ಹೊಳೆಯು ಹಿಂತಿರುಗಿತು. പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും ಪರ್ವತಗಳು ಟಗರುಗಳಂತೆಯೂ കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി. ಗುಡ್ಡಗಳು ಕುರಿಗಳಂತೆಯೂ ಹಾರಾಡಿದವು. സമുദ്രമേ നീ ഓടുന്നതെന്ത്, യോർദാനെ നീ പിൻവാങ്ങുന്നതെന്ത്? ಸಮುದ್ರವೇ ನಿನಗೇನಾಯಿತು, ನಿನಗೇನಾಯಿತು, ಯಾಕೆ ಓಡಿ ಹೋಗುತ್ತೀ? പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നതെന്ത്? ಪರ್ವತಗಳೇ ನೀವು ಟಗರುಗಳಂತೆಯೂ, ಗುಡ್ಡಗಳೇ ನೀವು ಕುರಿಮರಿಗಳಂತೆಯೂ ಯಾಕೆ ಹಾರಾಡುತ್ತೀರಿ? കർത്താവിന്റെ ഒരു പ്രത്യേക സാന്നിധ്യം, ಕರ್ತನ ವಿಶೇಷವಾದ ಸಾನ್ನಿಧ್ಯ വിശുദ്ധ മന്ദിരമായി ആധിപത്യമായി തന്റെ ജനം തീരുമ്പോൾ, തന്റെ അഭിഷിക്തന്മാർ തീരുമ്പോൾ, ದೇವರ ಪರಿಶುದ್ಧ ವಾಸಸ್ಥಾನವಾಗಿ ದೇವ ಜನಗಳು ಮಾರ್ಪಾಟಾಗುವಾಗ ಪ್ರತಿകൂലങ്ങൾ അവരുടെ മുമ്പിൽ നിന്നും ഓടി മറിയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ಅಲ್ಲಿ ನಾವು ಗಮನಿಸ್ತಾ ಇರುವಂತದ್ದು ಅವರಿಗೆ ಎದುರಾದ ಸಮಸ್ಯೆಗಳು ಅವರನ್ನ ಬಿಟ್ಟು ಓಡಿ ಹೋದವು ಎಂಬುದಾಗಿ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അഭിഷിക്തന്മാരുടെ നേരെ വരുന്ന പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കുവാൻ അഭിഷേകത്തിന്റെ ശക്തിക്കേ കഴിയൂ. ಅಭಿಷಕ್ತರುಗಳಾಗಿರುವಂತ ನಾವುಗಳು ನಮ್ಮ ನೆರಳುಗಳು ಸೋಕುವಾಗಲೇ ಸೈತಾನನ ಕಾರ್ಯಗಳು ಲಯವಾಗಬೇಕಾದರೆ ನಮಗೆ ಅಭಿಷೇಕ ಬೇಕಾಗಿದೆ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ കുന്നുകൾ നമ്മുടെ മുന്നിൽ നിന്ന് മാറിപ്പോകുകയാണ്, പർവ്വതങ്ങൾ നമ്മളിൽ നിന്ന് ഓടിപ്പോകുകയാണ്. ಅಭಿಷೇಕದ ಶಕ್ತಿ ನಮ್ಮೊಳಗೆ ವ್ಯಾಪರಿಸುವಾಗ ಗುಡ್ಡಗಳು ಓಡಿ ಹೋಗುತ್ತವೆ, ಪರ್ವತಗಳು ನಡುಗುತ್ತವೆ ಎಂಬುದಾಗಿ.
ദൈവത്തിന്റെ അഭക്തന്മാരെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ದೇವರ ಸೇವಕರ ಕುರಿತಾಗಿ ದೇವರಿಗೆ ವಿಶೇಷವಾದ ಉದ್ದೇಶವಿದೆ. അവരെ വേർതിരിച്ചിരിക്കുന്ന ആ പ്രത്യേക അഭിഷേകം ಅವರು ಬೇರ್ಪಡಿಸಲ್ಪಟ್ಟವರಾಗಿರುವ ಒಂದು ಪ್ರತ್ಯೇಕವಾದ ಅಭಿಷೇಕ ദൈവരാജ്യത്തിന് മേൽ അതിശക്തമേറിയ പണികൾ നടക്കുവാനുള്ള അഭിഷേകത്തിന്റെ പകർച്ചയാണ് അവന് മേൽ കിടക്കുന്നത്. ದೇವರ ರಾಜ್ಯದ ನಿಮಿತ್ತವಾಗಿ ಬಹಳ ಶಕ್ತಿಯುತವಾದ ಕಾರ್ಯಗಳನ್ನು ನಡೆಸಲಿಕ್ಕಾಗಿರುವ ಅಭಿಷೇಕವಾಗಿದೆ. അതുകൊണ്ട് തന്നെ ಅದಕ್ಕಾಗಿಯೇ അഭിഷേകത്തിന്റെ ശക്തിയിൽ നിറയേണ്ടത് അഭിഷിക്തന്മാരുടെ ആവശ്യകതയാണ്. ಅಭಿಷೇಕದ ಶಕ್ತಿ ಯಾರನ್ನ ತುಂಬಬೇಕಂದರೆ ಅಭಿಷೇಕದ ಆ ಒಂದು ನೆರವನ್ನ ಎದುರು ನೋಡುವ ಜನಗಳ ಮೇಲೆ ಆಗಿದೆ. തിരുവെഴുത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ ದೇವರ ವಾಕ್ಯದಲ್ಲಿ ನಾವು ನೋಡುವಾಗ തന്റെ ദാസന്മാർ ತನ್ನ ಸೇವಕರುಗಳನ್ನ അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്തതായിട്ട് തിരുവെഴുത്തുകൾ നമുക്ക് വായിച്ചറിയുവാൻ കഴിയും. ആ കരങ്ങൾ ഉത്തരാമ്യം പറയാം. ಅಸಾಧಾರಣವಾದ ಶೂರ ಕಾರ್ಯಗಳನ್ನು ಅವರು ಮಾಡಿದ್ರು ಎಂಬುದಾಗಿ ನೋಡ್ತೇವೆ. ಕೈಗಳನ್ನೆತ್ತಿ ಆಮೇಲೆ ಹೇಳೋಣ. അവർ പോയ സ്ഥലങ്ങളിലെല്ലാം അസാധാരണമായ ഒരു ദൈവ കരുണ അവർക്ക് വേണ്ടി വ്യാപരിച്ചു കൊണ്ടിരുന്നു. ಅವರು ಹೋದಂತ ಸ್ಥಳದಲ್ಲಿ ಎಲ್ಲ ಅಸಾಧಾರಣವಾದ ದೇವರ ಕರುಣೆ ಅವರ ಮೇಲೆ ಪ್ರಕಟವಾಗುತ್ತಲೇ ಇತ್ತು. ബൈബിളിലെ ഓരോ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ಸತ್ಯವೇದದಲ್ಲಿ ಒಂದೊಂದು ಭಾಗವನ್ನ ವಾಕ್ಯವಾಗಿ ನಾವು ಓದುವಾಗ ദൈവം തന്റെ കരുണ കൊണ്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും ചെയ്തിരിക്കുന്നത്. ದೇವರು ತನ್ನ ಅದ್ಭುತ ಶಕ್ತಿಯ ಮೂಲಕವಾಗಿ ರೋಗ ಸೌಖ್ಯತೆಗಳನ್ನ ಆತನು ಅದ್ಭುತಗಳನ್ನ ಮಾಡಿದ್ದಾನೆ. ആ കരുണ അത് വെളിപ്പെടുന്നത് അഭിഷിക്തന്മാരുടെ ശുശ്രൂഷകളിലൂടെയാണ്. ಆ ಕರುಣೆ ಎನ್ನುವಂಥದ್ದು ಪ್ರಕಟವಾಗುವಂಥದ್ದು ಅಭಿಷಕ್ತರು ಮಾಡುವ ಸೇವೆಯ ಮೂಲಕವೇ. കരങ്ങൾ അടിച്ചു കർത്താവിന്റെ സ്വന്തം ಕೈಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഇന്ന് പകൽകാലം അഭിഷേകത്തിന്റെ ഒരു ശക്തി അഭിഷിക്തന്മാരിന്മേൽ വരട്ടെ. പ്രാർത്ഥിക്കുന്നു, ഒരു കരുണ വ്യാപരിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ಕರುಣೆ ವ್ಯಾಪರಿಸಲಿ ಎಂಬುದಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. തന്റെ കൂട്ടുവേലക്കാരനായിരിക്കുന്ന ಜೊತೆ ಸೇವಕನಾಗಿರುವ ഭക്തനായ ഒരു മനുഷ്യനെ രോഗിയായി വിട്ടേച്ചു പോരുന്ന ഒരു സംഭവം പൗലോസ് വിവരിക്കുന്നുണ്ട്. ಪೌಲನು ಬರೀತಾನೆ ರೋಗಿಯಾಗಿರುವಂತ ಒಬ್ಬ ಆತನನ್ನ ಬಿಟ್ಟು ಹೋಗುವಂತ ಒಂದು ಕಾರ್ಯವನ್ನ പൗലോസ് വിവരിക്കുന്നുണ്ട്. ಪೌಲನು ಈಗ ಹೇಳ್ತಾನೆ, എന്നാൽ പിന്നീട് അവനെ സൗഖ്യമായതായിട്ടാണ് അല്ലെങ്കിൽ ദൈവം സൗഖ്യമായിട്ടാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. ಆ ನಂತರ ನಾವು ನೋಡ್ತೇವೆ ದೇವರು ಆ ಬಲಹೀನನಾದ ವ್ಯಕ್ತಿಯನ್ನು ಗುಣಪಡಿಸಿದನು ಎಂಬುದಾಗಿ. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് അവന് ദൈവത്തിന്റെ അതേ സ്തോത്രം കരുണ വീണു എന്നാണ്. കരുണയാൽ അവൻ സൗഖ്യമായെന്നാണ് വാക്കാണ് ഉപയോഗിച്ചത്. ಅದಕ್ಕೆ ಪೌಲನು ಬರೆಯುವಂತ ಲೇಖನ ಹೀಗೆ ಇದೆ, ದೇವರ ಕರುಣೆಯಿಂದ ಅವನು ಗುಣವಾದನು ಎಂಬುದಾಗಿ. ആമേൻ. ഏറ്റവും അധികം കരുണ വീഴുന്നത് അഭിഷിക്തന്മാരുടെ പ്രാർത്ഥനകളിലാണ്, അവരുടെ ശുശ്രൂഷകളുടെ നടുവിലാണ്. ಅಭಿಷಕ್ತರುಗಳ ಸೇವೆಯ ಮೂಲಕ ಪ್ರಾರ್ಥನೆಗಳ ಮೂಲಕವಾಗಿಯೇ ದೇವರ ಕರುಣೆ ಜನಗಳ ಮೇಲೆ ಬರುವಂತದ್ದಾಗಿದೆ. കാലമൊക്കെയും നടന്നിട്ടുള്ള അത്ഭുതങ്ങളും വീരപ്രവൃത്തികളുടെയും പുറകിൽ സഭാസ്ഥാപനങ്ങളുടെയും ആത്മാക്കൾ നേടിയതിന്റെ പുറകിൽ ഒന്ന് മാത്രമാണ് ബൈബിൾ വിളിച്ചു പറയുന്ന കാര്യം. അത് ദൈവത്തിന്റെ കരുണ ശുശ്രൂഷകന്മാരിലൂടെ വെളിപ്പെട്ടു എന്നുള്ളതാണ്. ಈ ಕಾರ್ಯಗಳನ್ನು ಗಮನಿಸುವಾಗ ಒಂದು ಮಾತ್ರ ಸ್ಪಷ್ಟವಾಗ್ತದೆ, ನಮ್ಮ ಸೇವೆಯಲ್ಲಿ, ಸಭೆಯ ಸ್ಥಾಪನೆಯಲ್ಲಿ, ಅದ್ಭುತ ಸೌಖ್ಯಗಳಲ್ಲಿ ದೇವರ ಕರುಣೆ ನಮ್ಮ ಮೂಲಕವಾಗಿ ಪ್ರಕಟವಾಗಿದೆ ಎಂಬುದಾಗಿ. ദൈവത്തിന്റെ കരുണ നമ്മൾ മേൽ വെളിപ്പെടുമ്പോൾ അത് അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ മുമ്പിൽ സംഭവിക്കുകയാണ്. ದೇವರ ಕರುಣೆ ನಮ್ಮ ಮೇಲೆ ಪ್ರಕಟವಾಗುವಾಗ ಅದ್ಭುತ ಸೂಚಕ ಕಾರ್ಯಗಳ ಮೂಲಕ ಕಾಣಲ್ಪಡುತ್ತದೆ. ലോകത്തിലെമ്പാടും അനേക രോഗസൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. ಲೋಕದಲ್ಲಿ ಅನೇಕ ರೋಗ ಸೌಖ್ಯತೆಗಳು ನಡೆಯುತ್ತಾ ಇವೆ. അതിന് പുറകിൽ ഒരു മിനിസ്ട്രി ചെയ്യുമ്പോഴല്ല ആ സൗഖ്യങ്ങൾ നടക്കുന്നത്. ಅದರ ಹಿಂದೆ ಒಂದು ಸೇವೆ ಮಾಡುವಾಗಲ್ಲ ಆ ಸೌಖ್ಯತೆ ನಡೆಯೋದು. പകരം ദൈവത്തിന്റെ കരുണ ആ ജനത്തിന്മേലും പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാരിലൂടെ വെളിപ്പെടുമ്പോഴത്രേ അത് സംഭവിക്കുന്നത്. ಬದಲಾಗಿ ದೇವರ ಕರುಣೆ ದೇವರ ಸೇವಕನಾದ ಅಭಿಷಕ್ತನ ಮೇಲೆ ಜನಗಳ ಮೂಲಕ ಪ್ರಸರಿಸಲ್ಪಡುವಾಗ ಅದ್ಭುತ ನಡೆಯುತ್ತದೆ. അതുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരം പറയുന്നത്. ಅದಕ್ಕೆ ಪೌಲನು ಹೀಗೆ ಹೇಳ್ತಾನೆ, തന്റെ അപ്പോസ്തലിക ശുശ്രൂഷയെ കുറിച്ച് പൗലോസ് പറയുന്നത്, ತನ್ನ ಅಪೋಸ್ತಲ ಸೇವೆಯ ಕುರಿತಾಗಿ ಪೌಲನು ಹೇಳುವಾಗ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഞാൻ അപ്പോസ്തലനായി എന്നാണ്. ದೇವರ ಇಷ್ಟಾನುಸಾರವಾಗಿ ನಾನು ಅಪೋಸ್ತಲನಾದೆ. അവന്റെ കരുണയുടെ ആധിക്യപ്രകാരമാണ് ഞാൻ അപ്പോസ്തലനായി എന്നാണ്. ಆತನ ಕರುಣೆಯ ಮೂಲಕವಾಗಿ ನಾನು ಅಪೋಸ್ತಲನಾದೆ. ഇവിടെ ഇരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാരും, ಇಲ್ಲಿರುವಂತ ಎಲ್ಲ ಅಭಿಷಕ್ತರುಗಳು ദൈവിക കരുണയുടെ വൃത്തത്താലാണ് നമ്മൾ ശുശ്രൂഷകന്മാരായിരിക്കുന്നത്. ದೇವರ ಕರುಣೆಯ ನಿಮಿತ್ತವಾಗಿ ನಾವು ಸೇವಕರುಗಳಾಗಿದ್ದೇವೆ. അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷകൾ വെളിപ്പെടുന്നത് ദൈവകരുണ വെളിപ്പെടുമ്പോഴത്രേ. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ನಮ್ಮ ಸೇವೆಯು ಪ್ರಕಟವಾಗುವಂತದ್ದು ದೇವರ ಕರುಣೆ ನಮ್ಮ ಮೇಲೆ ಬೀಳುವಾಗಲೇ. ആ കരുണ നമ്മുടെ ശുശ്രൂഷകൾ വെളിപ്പെടേണ്ടതായി നമുക്ക് കരങ്ങൾ ഉയർത്തി ആമേൻ പറയാം. ಆ
ಕರುಣೆ ನಮ್ಮ ಮೇಲೆ ಪ್ರಸರಿಸಲ್ಪಡಲಿ ಎಂಬುದಾಗಿ ಕೈಗಳನ್ನೆತ್ತಿ ആ ಆಮೇಲೆ കരങ്ങളെ അടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ಕೈಗಳನ್ನ ചെയ്യാം. ತಟ್ಟಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ആ ദൈവകരുണ നമ്മുടെ മേൽ വീഴേണ്ടതിനായി ഹെവൻലി ആർമീസിന്റെ അത് അഭിഷിക്തന്മാരിൽ അത് ഈ കൂട്ടായ്മകളിൽ ഇതിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും ദൈവകരുണയുടെ ശക്തമേറിയ ഒഴുക്കുണ്ടാകേണ്ടതിന് കരങ്ങൾ അടിച്ചു എന്ന കർത്താവിനെ ಈ ಹೆವೆನ್ಲಿ ಆರ್ಮೀಸ್ ನಲ್ಲಿ ಅಂಗಗಳಾಗಿರುವಂತ ಪ್ರತಿ ಸೇವಕರುಗಳ ಮೇಲೆ, ಪ್ರತಿ ಸೇವಕರ ಕುಟುಂಬಗಳ ಮೇಲೆ, ಹೆವೆನ್ಲಿ ಆರ್ಮೀಸಿನ ಪ್ರತಿಯೊಬ್ಬರ ಮೇಲೆ ದೇವರ ಕರುಣೆ ಪ್ರಸರಿಸಲ್ಪಡಲಿ. അനേക ശുശ്രൂഷ മേഖലകൾ എറണാകുളത്തിന്റെ പ്രദേശങ്ങളിൽ ചെയ്യുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ಅನೇಕ ಸೇವೆಗಳನ್ನ ಎರ್ನಾಕುಳಂ ಭಾಗದಲ್ಲಿ ಮಾಡ್ಲಿಕ್ಕೆ ದೇವರ ಅನುಕೂಲ ಕೊಟ್ಟ. ധാരാളം ചെറുതും വലുതുമായ മീറ്റിംഗുകൾ ചെയ്യുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ಚಿಕ್ಕದು ದೊಡ್ಡದು ಅನೇಕ ಕೂಟಗಳನ್ನು ಮಾಡುವ ಅವಕಾಶವನ್ನ ದೇವರು ನನಗೆ ಕೊಟ್ಟ. പക്ഷെ അതിനൊക്കെ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ಅದೆಲ್ಲದಕ್ಕೂ ಒಂದೇ ಕಾರಣ ಇದೆ. ആ മീറ്റിംഗ് നടന്ന പ്രദേശത്തോടോ ಆ ಒಂದು ಕೂಟಗಳು ನಡೆದ ಪ್ರದೇಶಕ್ಕೋ അല്ലെങ്കിൽ ആ കൺവെൻഷൻ നടന്ന ദേശത്തോടോ ಆ ಒಂದು ಕನ್ವೆನ್ಷನ್ ಗಳನ್ನ ನಡೆಸಿದಂತ ಪ್ರದೇಶದಲ್ಲಿಯೋ ആ ദേശത്തെ പാസ്റ്റേഴ്സിനോടുള്ള ദൈവ കരുണയുടെ ഭാഗമായിരുന്നു അത്. ಆ ಪ್ರದೇಶದಲ್ಲಿ ಸೇವೆ ಮಾಡುವ ದೇವ ಸೇವಕರ ಮೇಲಿರುವ ಕರುಣೆಗಳದಾಗಿದೆ ಅಲ್ಲಿ ಸೇವೆಗಳು ನಡೆದಿದ್ದು. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം, ദൈവമേ നിന്റെ കരുണയുടെ ബഹുത്വത്തെ പ്രകാരം ഞങ്ങളുടെ ശുശ്രൂഷകളെ വർദ്ധിപ്പിക്കണമേ. ಅದಕ್ಕೋಸ್ಕರ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ದೇವರೇ, ನಿನ್ನ ಕರುಣೆಗಳಿಗೆ ಅನುಗುಣವಾಗಿ ನಮ್ಮ ಸೇವೆಯನ್ನ ನೀನೇ ವರ್ಧನೆ ಮಾಡು. ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം, യേശുവേ അങ്ങയുടെ കരുണ കൊണ്ട് ഞങ്ങളെ ശക്തിയോടെ ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ಹೀಗೆ ಪ್ರಾರ್ಥಿಸೋಣ. ಯೇಸುವೇ, ನಿನ್ನ ಕರುಣೆಯಿಂದ ತುಂಬಲ್ಪಟ್ಟವರಾಗಿ ನಮ್ಮ ಸೇವೆಯನ್ನ ನೀನು ಮೇಲಕ್ಕೆತ್ತು ಎಂಬುದಾಗಿ. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ಲೂಕನು ಬರೆದ ಸುವಾರ್ತೆಯನ್ನು ನಾವು ಓದುವಾಗ അവിടെ നല്ല കൂട്ടുകാരൻ ആരെന്ന് പഠിപ്പിക്കുന്ന ഒരു വേദഭാഗം നമുക്കറിയാം. ಒಳ್ಳೆಯ ಸ್ನೇಹಿತನು ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಒಂದು ಭಾಗ ನೋಡುತ್ತೇವೆ. 3 പ്രധാനപ്പെട്ട ചിന്തകളാണ് ആ തിരുവചനം നമ്മൾ പഠിപ്പിക്കുന്നത്. 3 ಪ್ರಾಮುಖ್ಯವಾದಂತ ಆಲೋಚನೆಯನ್ನ ವಾಕ್ಯ ನಮಗೆ ತಿಳಿಸ್ತದೆ. അത് ഇങ്ങനെയാണ്: എന്റേതെല്ലാം എന്റേതാണ്, എന്റേതെല്ലാം എന്റേതാണ്, ನನ್ನದೆಲ್ಲ ನನ್ನದೇ, നിന്റേതെല്ലാം എന്റേതാണ്, ನಿನ್ನದೆಲ್ಲ ನನ್ನದೇ, ನನ್ನದೆಲ್ಲ ನಿನ್ನದೇ, എന്റേതെല്ലാം നിന്റേതാണ്. ನನ್ನದೆಲ್ಲ ನಿನ್ನದೇ. നമുക്കറിയാം, വഴിയിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ನಾವು ನಮಗೆ ಗೊತ್ತಿದೆ, ದಾರಿಯಲ್ಲಿ ದಾಳಿಗೆ ಒಳಗಾಗಿ ಬಿದ್ದಿರುವ ಒಬ್ಬ ಮನುಷ್ಯನನ್ನ ನೋಡ್ತೇವೆ. ആ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ, ಆ ಗಾಯಪಟ್ಟು ಬಿದ್ದಿರುವ ಮನುಷ್ಯನನ್ನ ലേവ്യൻ വന്നിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാതെ കടന്നുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ಲೇವಿಯನಾದ ಯಾಜಕನು ಬಂದು ನೋಡಿ ಅವನನ್ನ ಯಾವುದೇ ವಿಧವಾಗಿ ಸೇವೆ ಮಾಡದೆ ಹೋದ. ഒരു പുരോഹിതൻ വന്നിട്ട് അദ്ദേഹത്തെ കാണാതെ പോലെ കടന്നുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ಯಾಜಕನು ಬಂದು ನೋಡದವನಂತೆ ಹೋದ. എന്നാൽ ഒരു ശമരിയക്കാരനായ മനുഷ്യൻ, ಆದ್ರೆ ಒಬ್ಬ ಸಮಾರ್ಯದವನಾದ ಮನುಷ್ಯ ആ മനുഷ്യനോട് കരുണ തോന്നി. ಆ ಮನುಷ್ಯನ ಮೇಲೆ ಕರುಣೆಯನ್ನ ತೋರಿಸಿದ. അദ്ദേഹത്തെ കൊണ്ടുപോയി ಆತನನ್ನ ತೆಗೆದುಕೊಂಡು ಹೋಗಿ തന്റെ എണ്ണയും വീഞ്ഞും പകർന്ന് ಅವನಿಗೆ ಆ ಎಣ್ಣೆಯನ್ನು ಮತ್ತು അന്നൊരു ದ್ರಾಕ್ಷಾರಸವನ್ನು രാത്രിയിൽ ആ മുറിവേറ്റ മനുഷ്യൻ അന്നൊരു രാത്രിയിൽ അവനോട് കൂടി ഇരുന്ന് ಆ ಗಾಯಪಟ್ಟಂತ ವ್ಯಕ್ತಿಯ ಸಂಗಡ ಆತನು ಒಂದು ರಾತ್ರಿ ಇದ್ದು അവനെ ശുശ്രൂഷിച്ച് ಅವನಿಗೆ ಸೇವೆ ಮಾಡಿ പിറ്റേ ദിവസം സത്രക്കാരന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് ಮಾರನೇ ದಿನ ಛತ್ರದವರಿಗೆ ಕೊಡಬೇಕಾಗಿರುವಂತದ್ದೆಲ್ಲವನ್ನ ಕೊಟ್ಟು ഇനി എന്തെങ്കിലും പോരായ്ക വന്നാൽ ഞാൻ തിരികെ വരുമ്പോ തരാമെന്ന് പറഞ്ഞ് ಇನ್ನೇನಾದ್ರೂ ಕೊಡಬೇಕಾಗಿರೋದು ಇರೋದಾದ್ರೆ ನಾನು ಹಿಂತಿರುಗಿ ಬರುವಾಗ ಕೊಡ್ತೇನೆ ഒരു ಎಂಬುದಾಗಿ നല്ല ಹೇಳಿ, സമരിയാക്കാരനെ കുറിച്ച് നമ്മൾ തിരുവെഴുത്തുകളിൽ ಒಬ್ಬ വായിക്കുന്നു. ಒಳ್ಳೆಯ ಸಮಾರ್ಯದವನ ಕುರಿತಾಗಿ ವಾಕ್ಯದಲ್ಲಿ ಓದುತ್ತೇವೆ. ലോകം മുഴുവനും ഉണ്ടായ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ സമരിറ്റൻ പ്രവർത്തനങ്ങളിൽ നിന്നും കണ്ടെത്തപ്പെട്ടിട്ടുള്ളതാണ്. ಲೋಕದಲ್ಲಿರುವಂತಹ ಎಲ್ಲಾ ಚಾರಿಟಿಯ ಸಂಸ್ಥೆಗಳು ಈತನ ಸೇವೆಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಂಡು ಮಾಡಿವೆ. യേശു എന്ന ഈ വലിയ സമരിയക്കാരൻ പറയുന്നത്, ಯೇಸು ಎಂಬುದಾಗಿ ಹೇಳುವ ಈ ಒಳ್ಳೆಯ ಸಮಾರ್ಯದವನು ಹೇಳುವಂತದ್ದು, ദൈവത്തിന് കരുണയുള്ളതുപോലെ നിനക്കും കരുണയുണ്ടാകണമെന്ന്. ದೇವರಿಗೆ ಕರುಣೆ ಇರುವ ಪ್ರಕಾರ ನಿಮಗೂ ಕರುಣೆ ಇರಲಿ ಎಂಬುದಾಗಿ കരങ്ങൾ ಹೇಳುತ್ತಾನೆ. അടിച്ചു കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ಆ ಕರುಣೆಯನ್ನು ഹല്ലേലൂയ. ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ ಕೈಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆಯನ್ನು ಸಲ್ಲಿಸೋಣ. ആ ശുശ്രൂഷ വൃന്ദങ്ങൾക്ക് വേണ്ടത് കരുണയത്രേ. ಸೇವೆ ಪ್ರಕಟವಾಗಲಿಕ್ಕಾಗಿರುವಂತದ್ದು ದೇವರ ಕರುಣೆಯೇ ಆಗಿದೆ. ഒരു ദൂത് വിളിച്ചു പറയുകയാണ്, ಈ ದಿನದಲ್ಲಿ ನಾನು ಕೂಗಿ ಹೇಳ್ತಾ ಇದ್ದೇನೆ ಈ ವಾಗ್ದಾನವನ್ನ. നിനക്കൊരു പക്ഷെ നന്നായി പ്രസംഗിക്കാൻ അറിയാം, ನಿಮಗೊಂದು ವೇಳೆ ಚೆನ್ನಾಗಿ ಪ್ರಸಂಗ ಮಾಡ್ಲಿಕ್ಕೆ ಗೊತ್ತಿರಬಹುದು. നിനക്കൊരു പക്ഷെ നന്നായി അതെ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ അറിയാമായിരിക്കാം. ಒಂದು ವೇಳೆ ನಿನಗೆ ಸ್ವಾರ್ಥ ಕೂಟಗಳನ್ನ ನಡೆಸಲಿಕ್ಕೆ ಚೆನ್ನಾಗಿ ಗೊತ್ತಿರಬಹುದು. നിനക്കൊരു പക്ഷെ നന്നായി കൺവെൻഷനുകൾ ചെയ്യുവാൻ അറിയാമായിരിക്കാം. ಒಂದು ವೇಳೆ ನಿಮಗೆ ಚೆನ್ನಾಗಿ ಉತ್ತಮವಾದ ಕೂಟಗಳನ್ನು ಆಯೋಜಿಸಲು നിനക്കൊരു പക്ഷെ ಗೊತ್ತಿರಬಹುದು. നന്നായിട്ട് വിവാഹങ്ങൾ നടത്തുവാൻ കഴിയുമായിരിക്കാം. ಒಂದು ವೇಳೆ ನಿಮಗೆ ಚೆನ್ನಾಗಿ ಮದುವೆಗಳನ್ನ ನಡೆಸಲಿಕ್ಕೆ ಗೊತ್ತಿರಬಹುದು. നീ ഒരു പക്ഷെ നന്നായി
മരണ ശുശ്രൂഷകൾ ചെയ്യുന്നവനായിരിക്കാം. ಒಂದು ವೇಳೆ ಶವ ಸಂಸ್ಕಾರದ ಆರಾಧನೆ ಚೆನ್ನಾಗಿ ಮಾಡೋದು ಗೊತ್ತಿರಬಹುದು. ഓ നിന്റെ ശുശ്രൂഷകളെ കുറിച്ച് ഒരു പക്ഷേ ആളുകൾക്ക് ഒത്തിരി പ്രശംസിക്കാനുണ്ടാകാം. ಓ ನಿಮ್ಮ ಸೇವೆಯನ್ನು ನೋಡುವಾಗ ಅನೇಕ ಜನಗಳು ಹೊಗಳುವವರಿದ್ದಾರೆ ಅಂತ എന്നാൽ ആത്മാവ് ಹೇಳಬಹುದು. ദൂത ദൈവദാസന്മാരോട് പറയുന്നു, ಆದ್ರೆ ಈ ದಿನದಲ್ಲಿ ನಾನು ನಿಮಗೊಂದು വാഗ്ದಾನದ ಕೂಗನ್ನ ಹೇಳ್ತೇನೆ. നിന്നിലൂടെ കരുണ വെളിപ്പെടുന്നില്ല എങ്കിൽ നിന്റെ ശുശ്രൂഷകൾ വെളിപ്പെടുകയില്ല. ನಿಮ್ಮ ಮೂಲಕ ಕರುಣೆ ಪ್ರಕಟವಾಗಲಿಲ್ಲ ಅಂದ್ರೆ ನಿಮ್ಮ ಸೇವೆ നിന്നോട് കരുണ വെളിപ്പെടുന്നില്ലെങ്കിൽ നിന്റെ ശുശ്രൂഷയ്ക്ക് മാറ്റമുണ്ടാകുകയില്ല. ನಿನ್ನಲ್ಲಿ ಕರುಣೆ ಎನ್ನುವಂತದ್ದು ಪ್ರಕಟವಾಗದೆ ಹೋದ್ರೆ ನಿನ್ನ ಸೇವೆಯಲ್ಲಿ ಬದಲಾವಣೆ കരുണ ಬರಲ್ಲ. വെളിപ്പെടുന്നില്ലെങ്കിൽ നിന്നിലൂടെ ആത്മാക്കൾ നേടുവാൻ സാധ്യമല്ല. ನಿನ್ನಲ್ಲಿ ಕರುಣೆ ಪ್ರಕಟವಾಗದೆ ಹೋದರೆ ಆತ್ಮಗಳಿಗೆ ಬೇಕಾದ ಶಾಂತಿಯನ್ನು ಕೊಡ್ಲಿಕ್ಕೆ ഓ, ನಿನಗೆ ಆಗಲ್ಲ. നിന്നിലൂടെ കരുണ വെളിപ്പെടുന്നില്ലെങ്കിൽ നിനക്ക് ഒരാളെയും നേടുവാനോ നിലനിർത്തുവാനോ സാധ്യമല്ല. ನೀನು ಇತರರಿಗೆ ಕರುಣೆಯನ್ನ ತೋರಿಸದೆ ಹೋದ್ರೆ ಒಬ್ಬ ಒಂದು ಆತ್ಮವನ್ನು ನೀನು ಹೊಂದಿಕೊಳ್ಳಿಕ್ಕೆ ಆಗಲ್ಲ. ആത്മാഭിഷിക്തന്മാരോട് ദൂത് പറയുകയാണ്, ನಾನು ಪರಿಶುದ್ಧರೊಂದಿಗೆ ಪ್ರವಾದಿಸುತ್ತೇನೆ. കരുണയിലേക്ക് മടങ്ങി വരുവാൻ ദൂത് പറയുകയാണ്. ಹಿಂತಿರುಗಿ ನೀವು ಕರುಣೆ ಉಳ್ಳವರಾಗಿರುವ ಸ್ಥಾನಕ್ಕೆ ಬನ್ನಿರಿ. ഓ, കരുണയിലേക്ക് മടങ്ങി വരുവാൻ ദൂത് പറയുകയാണ്. ಕರುಣೆ ಉಳ್ಳವರಾಗಿರುವ ಹಾಗೆ ಆ ಸ್ಥಾನಕ್ಕೆ ಬನ್ನಿರಿ. കരുണയിലേക്ക് മടങ്ങി വരുവാൻ ദൂത് പറയുകയാണ്. ಹಿಂತಿರುಗಿ ಪ್ರವಾದಿಸಿ ಹೇಳ್ತಾ ಇದ್ದೇನೆ, ನೀವು ಕರುಣೆಯ ಸ್ಥಾನಕ್ಕೆ ആരാണ് ಬನ್ನಿರಿ. കൂട്ടുകാരൻ എന്ന് ചോദിക്കുന്നിടത്ത് ಯಾರು ಆ ಸ್ನೇಹಿತನೆಂಬುದಾಗಿ ಕೇಳುವ ಸ್ಥಳದಲ್ಲಿ ആ സ്നേഹമുള്ള കൂട്ടുകാരൻ ഞാനാണെന്ന് പറയുവാൻ യേശു നിന്നെ കുറിച്ച് ആവശ്യപ്പെടുന്നു. ಆ ಪ್ರೀತಿಯ ಸ್ನೇಹಿತನು ನಾನೇ ಎಂಬುದಾಗಿ ಯೇಸುವಿನ ಕುರಿತಾಗಿ ನಾವು ಹೇಳ್ಬೋದು. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3 ചിന്തകളാണ് അതിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നത്. 3 ಆಲೋಚನೆಗಳು ಅಲ್ಲಿ ವ್ಯಕ್ತವಾಗಿ ಪ್ರಕಟವಾಗ್ತದೆ. ഒന്നാമത്തെ ചിന്ത എന്റേതെല്ലാം എന്റേതാണ്. ಮೊದಲನೆಯದಾಗಿರುವಂತದ್ದು ನನ್ನದೆಲ್ಲ ನಿನ್ನದೇ. രണ്ടാമത്തെ ചിന്ത എന്റേത്, അതെ, നിന്റേതെല്ലാം എന്റേതാണ്. ಎರಡನೇ ಆಲೋಚನೆ ನಿನ್ನದೆಲ್ಲ ನನ್ನದೇ. മൂന്നാമത്തെ ചിന്ത എന്റേതെല്ലാം നിന്റേതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്കാൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ അതേഴ്സിനുള്ളതാണ്, ഞാൻ മറ്റുള്ളവർക്കുള്ളതാണ്. കൊണ്ട് മാത്രമേ അത് സാധ്യമാകൂ. ಮೂರನೇದಾಗಿರುವಂತದ್ದು ನಾನು ನಿನಗಾಗಿ ಸಂಬಂಧಪಟ್ಟವನು, ಓ, ಕರುಣೆ ಇತರರಿಗಾಗಿ ಇತರರ ಸೇವೆಯನ್ನು ಮಾಡ್ಲಿಕ್ಕಾಗಿ ಸಂಬಂಧಪಟ್ಟವನು ಎಂಬುದಾಗಿ പരിശുദ്ധാത്മാവനോട് പറയുന്നു, ಪರಿಶುದ್ಧಾತ್ಮ ನನಗೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ഒരു കരുണയുടെ അഭിഷേകം നിങ്ങളുടെ മേലേക്ക് കർത്താവ് അയക്കാൻ പോകുന്നു. ಈ ದಿನ ಒಂದು ಕರುಣೆಯ ಅಭಿಷೇಕವನ್ನ ನಿಮ್ಮ ആ കരങ്ങൾ ಮೇಲೆ അടിച്ച് കർത്തദാസന്മാർക്ക് ആരാധിക്കാം. കരുണയുടെ ഒരു അഭിഷേകം. ഇതുവരെ കരുണയുടെ അഭിഷേകം, ಕರುಣೆಯ ಅಭಿಷೇಕ ನಿಮ್ಮ ಮೇಲೆ. ഇതുവരെ നിന്റെ ഹൃദയത്തിൽ ഒരു കമ്പാഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ, ಇಲ್ಲಿಯ ತನಕ ಇತರರ ವಿಷಯದಲ್ಲಿ ನನಗೆ ഇതുവരെ ಕರುಣೆ നിന്റെ ഹൃദയത്തിൽ ಉಂಟಾಗಲಿಲ್ಲ ಅಂದ್ರೆ, കരുണയുടെ ഒരു വിത്ത് മുളച്ചിട്ടില്ലെങ്കിൽ, ಇಲ್ಲಿಯವರೆಗೆ ಕರುಣೆಯ ಬಿತ್ತನೆ ഇന്ന് ನಿನ್ನೊಳಗಡೆ പകൽക്കാലം ಆಗದೇ ಇದ್ರೆ, കരുണയുടെ ഒരു അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടുവാൻ പോവുകയാണ്. ಈಗ ನಿನ್ನ ಮೇಲೆ ಕರುಣೆಯ ಅಭಿಷೇಕ കരുണ കൊണ്ടല്ലാതെ നിന്റെ ശുശ്രൂഷ വെളിപ്പെടുത്തുവാൻ നിനക്ക് സാധ്യമല്ല. ಕರುಣೆಯ ಮೂಲಕ ನಿನ್ನ ಸೇವೆಯನ್ನು ಪ್ರಕಟಿಸ್ತಾ കരുണയില്ലാത്ത പ്രസംഗം വ്യർത്ഥമാണ്. ಕರುಣೆ ಇಲ್ಲದೆ ಇರುವ ಪ್ರಸಂಗ ವ್ಯರ್ಥ. കരുണയില്ലാത്ത സുവിശേഷ യോഗങ്ങൾ വ്യർത്ഥമാണ്. ಕರುಣೆ ಇಲ್ಲದೆ ಇರುವಂತ ಸ್ವಾರ್ಥ ಕೂಟಗಳು ವ್ಯರ್ಥ. കരുണയില്ലാത്ത നിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ ശുശ്രൂഷകളും വ്യർത്ഥമാണ്. ಕರುಣೆ ಇಲ್ಲದೆ ಇರುವಂತ ನಿನ್ನ ಅಡ್ಮಿನಿಸ್ಟ್ರೇಷನ್ ಸೇವೆ ವ್ಯರ್ಥ. അത് കരുണയില്ലെങ്കിൽ നിന്റെ ട്രാക്ട് വിതരണങ്ങൾ വ്യർത്ഥമാണ്. ನೀವು ಕರುಣೆ ಇಲ್ಲದೆ ತಗ್ಗಿಸಿದವರಾಗಿದ್ದರೆ ಅದು ವ್ಯರ್ಥ. പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കരുണയുടെ അഭിഷേകം നിങ്ങളുടെ മേൽ പകരുവാൻ പോകുകയാണ്. ಪರಿಶುದ್ಧಾತ್ಮನ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಒಂದು ಕರುಣೆಯ ಅಭಿಷೇಕ ನಿಮ್ಮ ಮೇಲೆ ആ കരങ്ങളെ അടിച്ചൊന്ന് ശക്തിയോടെ ആത്മാവിൽ ആരാധിച്ചാട്ടെ. ಕೈಗಳನ್ನು ತಟ್ಟಿ ಶಕ್ತಿಯಿಂದ ದೇವರ ಆತ್ಮನನ್ನು ಆರಾಧನೆ ಮಾಡುವವರಾಗಿ. കർത്താവേ, ഞങ്ങൾക്ക് ക്രൂശിലായി ചൊരിഞ്ഞ വിശുദ്ധ രക്തത്തിന്റെ അതേ പുറകിൽ വ്യാപരിച്ച ദൈവ സാന്നിധ്യമുണ്ടല്ലോ കർത്താവേ, അതിന്റെ പുറകിൽ അവിടെ നിർത്ത ആ മഹാകരുണ ഈ ജനത്തിന്മേൽ വീഴട്ടെ. യേശുവിൻ നാമത്തിൽ ആ മഹാകരുണ ഈ ദേശത്തിൽ മേൽ വീഴട്ടെ കർത്താവേ. ഈ ദേശത്തുള്ള സഭകളിൽ മേൽ ആ മഹാകരുണ വീഴേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ದೇವರೇ, ಕಲ್ವಾರಿಯ ಶಿಲುಬೆಯ ಮೂಲಕವಾಗಿ ಸುರಿಸಿದ ಆ ರಕ್ತದ ಹನಿಗಳ ಮೂಲಕ ಹೊರಟು ಬಂದಂತ ಕರುಣೆ ಈ ಪ್ರದೇಶಗಳಲ್ಲಿ ಸೇವೆ ಮಾಡುತ್ತಿರುವಂತ ಸೇವಕರುಗಳ ಮೇಲೆ ಹರಿದು ಬರಲಿ, ಈ ವಾತಾವರಣದ ಮೇಲೆ ಹರಿದು ಬರಲಿ. ആമേൻ. ಆಮೆನ್. ആരാണ് നല്ല കൂട്ടുകാരൻ എന്ന ചോദ്യത്തിന് യേശുവിടെ മറുപടി കൊടുക്കുകയാണ്. ಯಾರು ಒಳ್ಳೆಯ ಸ್ನೇಹಿತನೆಂಬುದಾಗಿ ಕೇಳುವಾಗ ಯೇಸು ಉತ್ತರ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായി കിടക്കുന്ന ജാതികൾക്ക്, ಲೋಕದಲ್ಲಿ ವ್ಯತ್ಯಾಸವಾಗಿರುವಂತ ಜಾತಿಗಳಿಗೆ ദൈവം വച്ചിരിക്കുന്ന ഏക സ്നേഹിതൻ അവൻ സുവിശേഷകനാണ്. ದೇವರು ಇಟ್ಟಿರುವಂತ ಏಕೈಕ ಸ್ನೇಹಿತನು ಬೇರೆ ಯಾರು ಅಲ್ಲ, ಆತನು ಸುವಾರ್ತೆಗೆ ಹೇಳುವವನೇ ಆಗಿರ್ತಾನೆ. എല്ലാ ജാതികൾക്കും വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഏക സ്നേഹിതന്റെ പേരാണ് സുവിശേഷകൻ. ಲೋಕದಲ್ಲಿರುವಂತ ಎಲ್ಲಾ ಜಾತಿಗಳಿಗೂ ಅನುಕೂಲವಾಗಿ ಒದಗಿ ಬಂದಿರುವಂತ ಉತ್ತಮ ಸ್ನೇಹಿತನಾದ ಹೆಸರು ಸುವಾರ್ತಿಕನು. ആരാണ് ഈ സ്നേഹിതനെന്ന്
യേശു പഠിപ്പിക്കുന്ന വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ಯಾರು ಆ ಸ್ನೇಹಿತನು ಎಂಬುದಾಗಿ ಹೇಳುವಂತಹ ವಾಕ್ಯವನ್ನ ನಾವು ಈ ಭಾಗದಲ್ಲಿ ನೋಡಿದ್ದೇವೆ. കരുണ തോന്നുന്നവൻ എത്ര സ്നേഹിതനെന്ന് യേശു പഠിപ്പിക്കുന്നു. കരുണ കരങ്ങളടിച്ച് തോന്നിಸುവവനെ സ്വത്രം ചെയ്താട്ടെ. കരുണ തോന്നുന്നവൻ എത്ര ശുശ്രൂഷകൻ. ശുശ്രൂഷകൻ എന്ന് പറയുന്നത് വാക്പൈക്ക് വെത്തതോട് വലിയൊരു പ്രസംഗം പ്രസംഗിച്ച് തീർക്കുന്നവനല്ല. അതെ, പ്രവചന ശുശ്രൂഷകളിൽ അതെ അതിഗംഭീരമായ ഒരു പ്രകടനം നടത്തുന്നവനല്ല. അതെ, നല്ല ശുശ്രൂഷകൻ ഒരു വിളിയുണ്ട്. അവന്റെ പേര് അതെ സ്വന്തം നല്ല സ്നേഹിതനെന്നാണ്. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ಸೇವೆ ಎಂಬುದಾಗಿ ಹೇಳುವಂತದ್ದು ಉತ್ತಮವಾದ ಪ್ರಸಂಗವನ್ನ ಮಾಡಿ ಕ್ರಮಬದ್ಧವಾಗಿ ಕಾರ್ಯಗಳನ್ನ ಮಾಡಿಕೊಂಡು ಮುಂದೆ ಹೋಗುವವನಲ್ಲ, ಇತರರಿಗೆ ಕರುಣೆಯನ್ನ ತೋರಿಸುವವನೇ ಆಗಿದ್ದಾನೆ. ಆಮೆನ್, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. അപ്പൊ ഇവിടെ കടന്നുപോയ ആ പുരോഹിതന് ആ കരുണയുണ്ടായില്ല. ಇಲ್ಲಿ ಹಾದು ಹೋದಂತ ಆ ಒಂದು ಯಾಜಕನಿಗೆ ಕರುಣೆ ಉಂಟಾಗ್ಲಿಲ್ಲ. ആ കടന്നുപോയ ലേവിന് കരുണയുണ്ടായില്ല. ಲೇವಿಯನಿಗೂ ಕೂಡ ಕರುಣೆ ಉಂಟಾಗ್ಲಿಲ್ಲ. എന്നാൽ സമരിയക്കാരന് കരുണയുണ്ടായിരുന്നു. ಆದ್ರೆ ಸಮಾರ್ಯದವನಲ್ಲಿ ಕರುಣೆ ഞാൻ ആ ಉಂಟಾಯಿತು. വേദഭാഗം വായിച്ച് ദിവസങ്ങളോളം കരഞ്ഞിട്ടുണ്ട്. ನಾನು ಆ ಭಾಗವನ್ನ ಓದಿ ಅನೇಕ ದಿನಗಳು ಹತ್ತಿದ್ದೇನೆ. എന്താ കാര്യമെന്നറിയാമോ? ಏನ್ ವಿಚಾರ ಗೊತ್ತಾ? ഈ മുറിവേറ്റ മനുഷ്യനെ സത്രത്തിലാക്കിയിട്ട് ಈ ಒಂದು ಗಾಯಕ್ಕೆ ಒಳಗಾದ ಮನುಷ್ಯನನ್ನ ತೆಗೆದುಕೊಂಡು ಹೋಗಿ ಛತ್ರದಲ್ಲಿ ಹಾಕಿದ್ದು പിറ്റേ ദിവസമാണ് ഈ സമരക്കാരൻ അവിടുന്ന് പുറപ്പെടുന്നത്. ಮಾರನೆಯ ದಿನ ಆತನು ಸಮಾರ್ಯದವನ ಆ ಸ್ಥಳವನ್ನ ಬಿಟ್ಟು ಹೋಗ್ತಾ ಇದ್ದಾನೆ. അന്ന് പോയി എന്നല്ല എഴുതിയിരിക്കുന്നത്, ಅವತ್ತೇ ಹೋದ ಅಂತಲ್ಲ, പിറ്റേന്നാൾ എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. ಮರುದಿನ ಎಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. എന്താ കാരണമെന്നറിയാമോ? ಏನ್ ಕಾರಣ ಗೊತ್ತಾ? ഈ സമരക്കാരന് മാത്രമേ ಸಮಾರ್ಯದವನಿಗೆ ಮಾತ್ರ ആ തകർന്നു കിടക്കുന്ന മനുഷ്യന്റെ മുറിവ് കണ്ടിട്ടുള്ളൂ. ಆ ಬಿದ್ದು ಗಾಯವಾಗಿರುವ ಮನುಷ್ಯನ ಗಾಯಗಳನ್ನು ನೋಡಿರೋದು. ആ തകർന്നു കിടക്കുന്ന മനുഷ്യന്റെ മുറിവിന്റെ ആഴം അവൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ಆ ಬಿದ್ದು ಹೋಗಿ ಹೀನವಾಗಿರುವವನ ಗಾಯಗಳನ್ನ ಸಮಾರ್ಯದವನು ಮಾತ್ರ ನೋಡಿದ್ದಾನೆ. ಅರ್ಧ ಪ್ರಾಣന്റെ നിലവിളി അവൻ മാത്രമേ കേട്ടിട്ടുള്ളൂ. ಅವನು ಅರ್ಧ ಪ್ರಾಣವನ್ನ ಕಳಕೊಂಡವನಾಗಿ ಕೂಗಿದ ಆ ಕೂಗು ಅವನು ಮಾತ್ರ ಕೇಳಿಸಿಕೊಂಡ. അങ്ങനെയുള്ള മനുഷ്യൻ രാത്രിയാകുമ്പോൾ ಆ ರೀತಿಯಾದ ಮನುಷ್ಯನು ರಾತ್ರಿ ಆಗುವಾಗ അവന്റെ വേദനകൾ വർദ്ധിക്കുമെന്ന് ഈ മനുഷ്യനറിയാമായിരുന്നു. ಇವನ ವೇದನೆ ಜಾಸ್ತಿ ಆಗ್ಬೋದು ಎಂಬುದಾಗ ಮನುಷ್ಯನಿಗೆ ಗೊತ್ತಿತ್ತು. അവന്റെ വേദനകൾക്ക് വർധന വന്നാൽ ಅವನಿಗೆ ಮಧ್ಯದಲ್ಲಿ ವೇದನೆಗಳು രാത്രി ആശ്വാസമായ ആ കരങ്ങൾ തലോടുവാൻ ഒരാൾ ആ രാത്രിയിൽ വേണമായിരുന്നു. ಒಂದು ವೇಳೆ ಅವನಿಗೆ ನೋವಿನ ನಿಮಿತ್ತ ಜಾಸ್ತಿ ವೇದನೆ ಆದಾಗ ಮಧ್ಯರಾತ್ರಿಯಲ್ಲಿ ಆಧರಿಸುವ ಕರ ಬೇಕಾಗಿತ್ತು. ഞാനെന്ന നല്ല സമരക്കാരനോർത്ത് കരഞ്ഞ നാളുകളുണ്ട്. ನಾನು ಒಳ್ಳೆಯ ಸಮಾರ್ಯದವನಾಗಬೇಕೆಂಬುದಾಗಿ ಅತ್ತಂತ ದಿನಗಳಿದೆ. എന്നെ കേൾക്കുന്ന നല്ല ശുശ്രൂഷകന്മാരെ, ನನ್ನನ್ನು ಕೇಳಿಸಿಕೊಳ್ಳುತ್ತಾ ಇರುವಂತ ಒಳ್ಳೆಯ ಸೇವಕರುಗಳೇ, നിനക്ക് കരുണയില്ലെങ്കിൽ നീ എവിടെ ശുശ്രൂഷ പൂർത്തീകരിക്കും? ನೀನು ಕರುಣೆ ಇಲ್ಲದವನಾಗಿದ್ದರೆ ನಿನ್ನ ಸೇವೆಯನ್ನು ಎಲ್ಲಿ ಪೂರ್ಣ ಮಾಡುತ್ತೀಯ? കരുണയില്ലെങ്കിൽ നീ എങ്ങനെ കുടുംബജീവിതം നയിക്കും? ನಿನಗೆ ಕರುಣೆ ಇಲ್ಲದೆ ಇದ್ದರೆ ನೀನು ಹೇಗೆ ಕುಟುಂಬ ಜೀವಿತವನ್ನು ನಡೆಸ್ತೀಯ? കരുണയില്ലെങ്കിൽ നീ എങ്ങനെ സെക്രട്ടറി പദം അലങ്കരിക്കും? ನೀನು ಕರುಣೆ ಇಲ್ಲದವನಾಗಿದ್ರೆ എങ്ങനെ സെക്രട്ടറി പദം അലങ്കരിക്കും? ಹೇಗೆ ನೀನು ಸೆಕ್ರೆಟರಿ ಪದವಿಯನ್ನು ಪಡ್ಕೊಳ್ತೀಯ? നിനക്ക് കരുണയില്ലെങ്കിൽ നിനക്ക് എങ്ങനെ അതേ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് നിലവിളിക്കുവാൻ സാധിക്കും? ನಿನಗೆ ಕರುಣೆ ಇಲ್ಲದೆ ಇದ್ರೆ ಕರ್ತನ ಸನ್ನಿಧಾನದಲ್ಲಿ ಹೇಗೆ ಕೂಗ್ಲಿಕ್ಕೆ ಸಾಧ್ಯ? ലോകമെമ്പാടും ചാരിറ്റികൾ ഉണ്ടായിട്ടുണ്ട്. ಲೋಕದಾದ್ಯಂತ ಚಾರಿಟಿಗಳಿರಬಹುದು. അത് ഈ കഥയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ಅದು ಈತನ ಮೂಲಕವಾಗಿ ಉಂಟಾದದ್ದೇ. ചാരിറ്റി എന്നുള്ളത് പ്രസംഗമല്ല. ಚಾರಿಟಿ ಎನ್ನುವಂಥದ್ದು ಒಂದು ಪ್ರಸಂಗ ಅಲ್ಲ. ചാരിറ്റി എന്നുള്ളത് പഠിപ്പീരല്ല. ಚಾರಿಟಿ ಎನ್ನುವಂಥದ್ದು ಕಲಿಸಿಕೊಡುವ ಪಾಠ ಅಲ್ಲ. ചാരിറ്റി എന്ന് പറഞ്ഞാൽ നിന്നിൽ കരുണയുണ്ടാകണം എന്നുള്ളതാണ്. ಚಾರಿಟಿ ಅಂದ್ರೆ ನಿನ್ನ ಒಳಗಡೆ ಕರುಣೆ കരങ്ങളടിച്ച് കരങ്ങളടിച്ച് ಕೈಗಳನ್ನ ತಟ್ಟಿ ದೇವರನ್ನ കരങ്ങളടിച്ച് ಕೈಗಳನ್ನ ತಟ್ಟುತ್ತಾ ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ ಓರ ಶದುರ ಮನ ಶುದುರ ಬಾಬಾ ಹಲ್ಲೆಲೂಯ ಅದರ ಮನಗ ಜಗರಗ ದಗರಿವ അക്ഷര മനക ദുരവരവരതകര അതാര മനകതരകതെ കഠിനമായ ഹൃദയങ്ങൾ തകർന്നു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. കഠിനമായ ഹൃദയಗಳು യേശുവിന്റെ നാമത്തിൽ ಒಡೆಯಲ್ಪಡಲಿ. കഠിനമായ ഹൃദയങ്ങൾ തകരട്ടെ. കഠിനವಾದ ಹೃದಯಗಳು ಅಳಲಿ. ആ ലേവിനെ പോലെ കഠിനമായ ഹൃദയങ്ങൾ ഉടയട്ടെ. കഠിനವಾದ ಹೃದಯಗಳು ಒಡೆಯಲಿ. ഓ ആ പുരോഹിതനെ പോലെ കഠിനമായ ഹൃദയങ്ങൾ ഉടഞ്ഞു മാറട്ടെ. ಆ ಪುರೋಹಿತನಾದ ಯಾಜಕನಲ್ಲಿದ್ದ ಕಠಿಣ ಹೃದಯ ಒಡೆಯಲಿ. പകരം പകരം കരുണ വെളിപ്പെടട്ടെ. ಕರುಣೆ ಪ್ರಕಟವಾಗಲಿ. ഓ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಅದು ನಡೆಯಲಿ. ഓരാ ശരാരാരഗ്ന മനക ദുരവനക ജരഗദേ അചതുരാദരം മൗഡാനഗദ്ദം ജൗഡേ ഋഗമനഗദരവ നഗജഗരെ ബനഗ ജിഗരേ ശന്തുര അബ്ദേന മൗഡാ രഹദൂന ജാനം ജൗഡേ രഹാരം അജഗര മനഗദ ഋഗജഗനഗദഗരഗജേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് തിരുവെഴുത്തുകളിൽ ഒരു മനുഷ്യനെ അറിയാം. അവന്റെ പേര് ബദലമായി എന്നാണ്. ನಮಗೆ ಸತ್ಯವೇದದಲ್ಲಿ ಒಬ್ಬ ವ್ಯಕ್ತಿ ಗೊತ್ತು. ಆತನ ಹೆಸರು ബദലമായി എന്നാണ്. ബദലമായി ಬಾರ್ತೊಲೋಮಾಯ್. ಬಾರ್ತಿಮಾಯ್.
അദ്ദേഹത്തിന് രണ്ട് കണ്ണുകളും കാഴ്ചയുണ്ടായിരുന്നില്ല. ಆ ಬಾರ್ತಮಾಯನಿಗೆ ಎರಡು ಕಣ್ಣುಗಳು ಕಾಣಿಸ್ತಾ ಇರಲಿಲ್ಲ. പക്ഷെ അദ്ദേഹം യേശു അതിൽ കടന്നു പോകുന്നു, യെരിഹോവിലേക്ക് പോകുന്നു എന്ന് കേട്ടു. ಯೇಸು ಕ್ರಿಸ್ತನು ಎರಿಕೋವಿನ ದಾರಿಯಾಗಿ ಹೋಗ್ತಾ ಇದ್ದಾನೆ ಎಂಬುದಾಗಿ ಕೇಳಿಸ್ಕೊಂಡ. അത് കേൾവി കേട്ട ആ മനുഷ്യൻ ദാവീദ് പുത്ര കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ಕೇಳಿಸಿಕೊಂಡಂತ ಆ ಮನುಷ್ಯನು ದಾವೀದನ ಕುಮಾರನೇ ಕರುಣಿಸು ಎಂಬುದಾಗಿ ಕೇಳಿದ. അടുത്തുണ്ടായിരുന്നവർ അവർ തിരക്കിക്കൊണ്ടിരുന്ന അടുത്ത ആളുകൾ പറഞ്ഞു, മിണ്ടല്ലേ, നീ ശബ്ദിക്കില്ലേ എന്ന് പറഞ്ഞു. ಯೇಸು ಕ್ರಿಸ್ತನ ಜೊತೆಯಲ್ಲಿ ಹಾದು ಹೋಗೋರು ಹೇಳಿದ್ರೆ ಬಾಯಿ ಮುಚ್ಚು, ನೀನು ಶಬ್ದ ಮಾಡಬೇಡ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರು. എന്നാൽ അവൻ അതിലും വേഗത്തിൽ അതിലും ഉച്ചത്തിൽ കരുണ തോന്നണമെന്ന് അവൻ നിലവിളിക്കുവാൻ തുടങ്ങി. ಆದ್ರೆ ಅವನು ಅದಕ್ಕಿಂತಲೂ ಶಬ್ದವನ್ನೆತ್ತಿ ನನ್ನ ಮೇಲೆ ಕರುಣೆ ತೋರಿಸಬೇಕೆಂಬುದಾಗಿ ಕೇಳಿದ. യേശു അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ എന്തു ചെയ്തു തരണമെന്ന്. ಯೇಸು ಸ್ವಾಮಿ ಅವನ ಹತ್ತಿರಕ್ಕೆ ಹೋಗಿ ಕೇಳ್ತಾನೆ, ನಾನು ನಿನಗೆ ಏನು ಮಾಡಿಕೊಡಬೇಕು? യേശുവിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ಯೇಸುವಿನ ಆತ್ಮನು ಅಂದ್ರೆ അത് കരുണയുടെ ആത്മാവാണ്. ಅದು ಕರುಣೆಯ ಆತ್ಮನಾಗಿದ್ದಾನೆ. കരങ്ങൾ അടിച്ചുന്ന ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുക്കാമോ? ಕರುಣೆಯನ್ನು ಹೊಂದಿಕೊಳ್ಳುವ യേശുവിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ അത് കരുണയുടെ ആത്മാവാണ്. ಅದು ಕರುಣೆಯ ಆತ್ಮನು. ഓ ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ആ കരങ്ങൾ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ಆ ಕೈಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ಒಂದು ಆಮೆನ್ ಹೇಳೋಣ. ആ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ಸ್ತೋತ್ರ ಹೇಳೋಣ. നമുക്കറിയാം, തിരുവഴുത്തിൽ ഒരു പാപിയായ സ്ത്രീയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ನಾವು ನೋಡ್ತೇವೆ ಸತ್ಯವೇದದಲ್ಲಿ ಪಾಪಿಯಾಗಿ ಬದುಕಿದ ಸ್ತ್ರೀಯ ಕುರಿತಾಗಿ ನೋಡುತ್ತೇವೆ. അവൾ ഒരു വ്യഭിചാരിയായ സ്ത്രീയായിരുന്നു. ഒരു വ്യഭിചാരിയായ സ്ത്രീ. ಆಕೆ ಒಬ್ಬ ವ್ಯಭಿಚಾರಿಯಾಗಿರುವ ಸ್ತ್ರೀಯಾಗಿದ್ದಳು. അവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു യേശുവിന്റെ അടുത്ത് കൊണ്ടുവരികയാണ്. ಅವಳು ವ್ಯಭಿಚಾರ ಮಾಡುವಾಗ ಹಿಡಿಯಲ್ಪಟ್ಟವಳಾಗಿ ಯೇಸುವಿನ ಬಳಿಗೆ ಕರೆತಂದರು. ആ യഹൂദന്മാരാണ് കൊണ്ടുവരുന്നത്. ಯಹೂದ್ಯರು ತರುತ್ತಾ ಇದ್ದಾರೆ. അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ಅವರ ನಿಯಮ ಏನಾಗಿತ್ತು ಅಂದ್ರೆ ಅವಳನ್ನ ಕಲ್ಲೆಸೆದು ಕೊಲ್ಲಬೇಕು. അങ്ങനെ യേശുവിന്റെ മുമ്പിൽ അവൾ വീണ് കിടക്കുകയാണ്. ಹಾಗೆ ಅವಳನ್ನ ಯೇಸುವಿನ ಮುಂದೆ ಬಿದ್ದಿದ್ದಾಳೆ ಆಕೆ. യേശു അത് ന്യായവിധിക്കായി വന്നവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. ಯೇಸು ಸ್ವಾಮಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ನಿಮ್ಮಲ್ಲಿ ಪಾಪ ಇಲ್ಲದೆ ಇರುವವನು ಈಕೆಯ ಮೇಲೆ ಕಲ್ಲು ಎಸೆಯಲಿ. അവരിൽ എല്ലാവരും പാപമുണ്ടായിരുന്നത് കൊണ്ട് ಅವರೆಲ್ಲರಲ್ಲಿ ಪಾಪ ಇದ್ದ ಕಾರಣ കല്ലുകളെല്ലാം ഇട്ടേച്ചവർ പിൻവാങ്ങിപ്പോയി. ಅವರೆಲ್ಲರೂ ಕಲ್ಲುಗಳನ್ನ ಕೆಳಗೆ ಹಾಕಿ യേശുവും ഈ സ്ത്രീയും മാത്രം അവിടെ ഉണ്ടായി. ಯೇಸು ಮತ್ತು ಈ ಸ್ತ್ರೀ ಮಾತ್ರ ಇದ್ದಾರೆ. അവൾ കണ്ണുകളെ ഉയർത്തി യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ಅಲ್ಲಿ ಆಕೆಯ ಕಣ್ಣುಗಳನ್ನು ಎತ್ತಿ ಯೇಸುವಿನ ಕಣ್ಣುಗಳ ಕಡೆಗೆ അവൾ ನೋಡಿದಳು. ചോദിച്ചു, നീ എന്നെ വിധിക്കുന്നില്ലയോ? ಆಕೆ ಕೇಳುವಂತ ಮಾತು, ನೀನು ನನ್ನನ್ನ ದಂಡಿಸುವುದಿಲ್ವಾ? തിരുവഴുത്തിൽ പറയാത്തൊരു സത്യം ഞാൻ പറയട്ടെ. ವಾಕ್ಯದಲ್ಲಿ ಬರೆಯಲ್ಪಡದೇ ಇರುವಂತ ಒಂದು ಸತ್ಯವನ್ನು ನಾನು ജീവിതത്തിൽ ആദ്യമായി ആ സ്ത്രീ ഒരു കണ്ണു കണ്ടു. ಜೀವಿತದಲ್ಲಿ ಪ್ರಪ್ರಥಮವಾಗಿ ಆ ಸ್ತ್ರೀ ಒಂದು ಕಣ್ಣನ್ನ ನೋಡಿದ್ರು. അത് എന്ത് കണ്ണെന്നറിയാമോ? കരുണയുടെ കണ്ണായിരുന്നു. ಅದು ಯಾವ ಕಣ್ಣು ಗೊತ್ತಾ? ಕರುಣೆಯ. അവൾ പറഞ്ഞു, ഞാൻ നിന്നെ വെറുതെ വിടുകയാണ്, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, നീ ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. ಅದಕ್ಕೆ ಆತನು ಕೂಗಿ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನಾನು ನಿನ್ನನ್ನು ലോകത്തിൽ ഒരു കരുണയുടെ ಪಾಪ ಮಾಡಬೇಡ ಎಂಬುದಾಗಿ ಕರುಣೆ ತೋರಿಸಿದ. ആമേൻ. ಆಮೆನ್. ലോകത്തിൽ ಈ ಲೋಕದಲ್ಲಿ കരുണയുടെ കണ്ണുള്ളവനാണ് യേശുവെങ്കിൽ ಕರುಣೆಯ ಕಣ್ಣು ಯೇಸುವಿಗಿರುವುದಾದರೆ നിന്റെയും കണ്ണുകൾ കരുണയുള്ളതാകട്ടെ. ನಿನ್ನ ಕಣ್ಣುಗಳು ಕರುಣೆ ಉಳ್ಳವುಗಳಾಗಲಿ. നിന്റെയും കണ്ണുകൾ കരുണയുള്ളതാകട്ടെ. ಕಣ್ಣುಗಳು ಕರುಣೆ ಉಳ್ಳವುಗಳಾಗಲಿ. നിന്നിൽ കോപം വരുമ്പോൾ നീ തുറിച്ചു നോക്കി നിന്റെ കണ്ണിന്റെ അവസ്ഥകൾക്കൊരു മാറ്റം വരട്ടെ. ಕೋಪ ಬರುವಾಗ ಕಣ್ಣನ್ನ ದುರುಗುಟ್ಟುಕೊಂಡು ನೋಡ್ತೀಯ ಅಂದ್ರೆ ನಿನ್ನ ಕಣ್ಣಿನ ಪರಿಸ್ಥಿತಿ ಬದಲಾಗಲಿ. കോപം ജ്വലിക്കുന്ന നിന്റെ കണ്ണുകൾ മാറട്ടെ. ಕೋಪದಿಂದ ತುಂಬಲ್ಪಡುವ ನಿನ್ನ ಕಣ್ಣುಗಳು ಬದಲಾಗಲಿ. കോപത്തോടെയുള്ള നിന്റെ ശുശ്രൂഷകൾ മാറിപ്പോകട്ടെ. ಕೋಪದಲ್ಲಿ ಆರಂಭವಾಗುವ ನಿನ್ನ ಸೇವೆಗಳು ಬದಲಾಗಲಿ. പകരം ദൈവിക ശുശ്രൂഷകൾ കരുണ വെളിപ്പെടട്ടെ. ಬದಲಾಗಿ ದೈವಿಕವಾದ ಕರುಣೆಯಿಂದ ತುಂಬಿದ ಸೇವೆ കരങ്ങളടിച്ച് ಕೈಗಳನ್ನು ತಟ್ಟುತ್ತಾ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ಸಂದುರಾನಂದ ಮೌಡವ ರಿಗಾನ ಸಂದುರ ಮೌಡೇನ അബ്ദേന മനാര ഹദുന ജഗരഗദഗരെ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. കർത്താവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಜಯ ಹೊಂದುತ್ತಾ ಇದ್ದೇವೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಜಯ ಹೊಂದಿಕೊಳ್ತಾ ಇದ್ದೇವೆ. പരിശുദ്ധന്മാർ ദൂത് പറയുകയാണ്. ಪರಿಶುದ್ಧಾತ್ಮನಿಂದ ತುಂಬಿದವನಾಗಿ ಈಗ ചില അഭിഷിക്തന്മാരുടെ സഭകളിൽ ധാരാളം ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോയി. ಅನೇಕ ಸೇವಕರುಗಳ ಸಭೆಯಲ್ಲಿ, ಅಭಿಷಕ್ತ ಸೇವಕರುಗಳ ಸಭೆಯಲ್ಲಿ ಆತ್ಮಗಳು ನಷ್ಟವಾಗಿ ಹೋಗಿವೆ. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ದೇವರಾತ್ಮನ ಈಗ ಹೇಳ್ತಾ ಇದ್ದಾನೆ, നിന്റെ കണ്ണുകളിൽ കരുണയില്ലാത്തത് കൊണ്ടത്രേ. ಯಾಕೆ ಅವೆಲ್ಲ ನಷ್ಟವಾಗಿ ಹೋಗಿದೆ? ನಿನ್ನ ಕಣ್ಣುಗಳಲ್ಲಿ ಕರುಣೆ ಇಲ್ಲದೆ ಇರುವ ಕಾರಣ. കരുണ നഷ്ടപ്പെട്ടത് കൊണ്ടത്രേ അവർ പോയത്. ನಿನ್ನಲ್ಲಿ ಕರುಣೆ ನಷ್ಟವಾಗಿರುವ ಕಾರಣ ಆತ್ಮಗಳು ಬಿಟ್ಟು ಹೋಗಿವೆ. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കരുണയുള്ളവനായി തീർന്നാൽ, ಪರಿಶುದ್ಧಾತ್ಮನ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಮತ್ತೆ ನೀನು ಕರುಣೆ ಉಳ್ಳವನಾಗಿ തീರಿದ್ರೆ ചൂളം കുത്തി വിളിക്കുന്ന പോലെ ഞാൻ ആത്മാക്കളെ നിന്റെ സഭയിലേക്ക് അയക്കുമെന്ന്. ಸಭೆಯ ಒಳಗಡೆ ಹೇರಾಳವಾದ ಆತ್ಮಗಳನ್ನು ನಾನು ತರುತ್ತೇನೆ. കരങ്ങൾ അടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുത്ത് ಕೈಗಳನ್ನು ತಟ್ಟುತ್ತಾ ದೇವರಿಗೆ ಮಹಿಮೆ ಕೊಡ್ರಿ.
ജിഗമനക ദുരപനഗതം ജഗതക രഗതക രഗതക രഗതക. കർത്താവേ, അങ്ങയുടെ ദാസന്മാരിലേക്ക് ദൈവിക കരുണ മടങ്ങി വരട്ടെ. ಸೇವಕರ ಮೇಲೆ ನಿನ್ನ അങ്ങയുടെ ಕರುಣೆ ಬರಲಿ. ദാസന്മാരിലേക്ക് ദൈവിക കരുണ മടങ്ങി വരട്ടെ. ಕರ್ತನ ಸೇವಕರ ಮೇಲೆ അവരുടെ ಕರುಣೆ ಬರಲಿ. കണ്ണുകൾ കരുണ കൊണ്ട് നിറയട്ടെ. ಅವರ ಕಣ್ಣುಗಳು ಕರುಣೆಯಿಂದ ഹൃദയം ತುಂಬಲಿ. കരുണ കൊണ്ട് നിറയട്ടെ. ಅವರ ಹೃದಯ ಕರುಣೆಯಿಂದ വിചാരങ്ങൾ ತುಂಬಲಿ. കരുണ കൊണ്ട് നിറയട്ടെ. ಅವರ വികാരങ്ങൾ കരുണ കൊണ്ട് നിറയട്ടെ. ತಂದೆಯ ಕರುಣೆಯಿಂದ ತುಂಬಲ್ಪಡಲಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. സ്തോത്രം. ಸ್ತೋತ್ರ. ദേവദാസന്മാരെ, ഞാൻ ഒരുക്കി വെച്ച ഒരു മെസ്സേജ് ഒന്നുമല്ല ഇത്. ದೇವರ ಸೇವಕರೇ, ನಾನು ಇದು ಸಿದ್ಧ ಮಾಡಿಟ್ಕೊಂಡಂತ ಸಂದೇಶ ಅಲ್ಲ. ആത്മാവിനോട് ശക്തിയായി ഇവിടെ പറയുവാൻ ആവശ്യപ്പെട്ടതാണ്. ಆತ್ಮನಾದವನು ಶಕ್ತಿಯುತವಾಗಿ ಇಲ್ಲಿ ಮಾತನಾಡಲಿಕ್ಕೆ ನನ್ನನ್ನು കർത്താവിന് ನಿರ್ಬಂಧಿಸಿದ್ದಾನೆ. ചില സഭകളിൽ ചില അഭിഷിക്തന്മാർ ചിലത് ചെയ്യുവാനുണ്ട്. ಕರ್ತನ ಕೆಲ ಅಭಿಷಕ್ತ ಸೇವಕರುಗಳು ಸಭೆಗಳಲ್ಲಿ ಕೆಲ ಕಾರ್ಯಗಳನ್ನು ಮಾಡ್ಲಿಕ್ಕಾಗಿದ್ದೀರಿ. ഇന്ന് പകൽകാലം അത് ആരംഭിച്ചു തുടങ്ങി. ಈ ಹಗಲಿನ ವೇಳೆಯಲ್ಲಿ ಅದು ಆರಂಭವಾಗಿದೆ. ആ കരങ്ങൾ അടിച്ച് ശക്തിയോടെ കർത്താവിനെ ആരാധിച്ചാൽ, ಆ ಕೈಗಳನ್ನ ತಟ್ಟಿ ಶಕ್ತಿಯಿಂದ ದೇವರನ್ನು ಆರಾಧಿಸಿರಿ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാണ് കൂട്ടുകാരൻ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ ഉപമ തുടങ്ങുന്നത്. ಯಾರು ಒಳ್ಳೆಯ ಸ್ನೇಹಿತನೆಂಬುದಾಗಿ ಕೇಳಿ ಆ ಸಾಮ್ಯ ಆರಂಭವಾಗ್ತದೆ. എന്നാൽ നിങ്ങൾ ആരുടെ സ്നേഹിതൻ എന്ന് ചോദിച്ചുകൊണ്ടാണ് അത് അവസാനിക്കുന്നത്. ಅಲ್ಲಿ ಅಂತ್ಯ ಆಗುವಂತದ್ದು ನಿನ್ನ ಸ್ನೇಹಿತನು ಯಾರು ಎಂಬುದಾಗಿ. മുറിവേറ്റവന്റെ സ്നേഹിതനാണ് നീ എങ്കിൽ നീ ശുശ്രൂഷകനായിട്ടുണ്ട്. കരങ്ങൾ അടിച്ചു ನಿನ್ನ ಸ್ನೇಹಿತರುಗಳು ಗಾಯಗುಳ್ಳವರಾಗಿರೋದಾದ್ರೆ ನೀನೇ ಒಳ್ಳೆಯ ಸೇವಕ. ಕೈಗಳನ್ನ ತಟ್ಟಿ തകർന്നവരുടെ സ്നേഹിതൻ നീ ആണെങ്കിൽ നീ ശുശ്രൂഷകനായിട്ടുണ്ട്. കരങ്ങൾ അടിച്ചു സ്വന്തം ചെയ്യാം. ಇಗೋ ಕುಂದಿ ಹೋಗಿರುವವನೇ ನಿನ್ನ ಸ್ನೇಹಿತನಾಗಿರೋದಾದ್ರೆ ನೀನೇ ಸೇವಕನು. ಕೈಗಳನ್ನ ತಟ್ಟಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ നീ ಮಾಡಿ. തകർന്നവരുടെ സ്നേഹിതനാണെങ്കിൽ നിന്റെ പേര് ശുശ്രൂഷകൻ എന്നാണ്. കരങ്ങൾ അടിച്ചു സ്വന്തം ചെയ്യാം. ಮುರಿಯಲ್ಪಟ್ಟವನು ನಿನಗೆ ಸ್ನೇಹಿತನಾಗಿರುವುದಾದರೆ ನೀನೇ ಸೇವಕನು. ಕೈಗಳನ್ನ ತಟ್ಟಿ ದೇವರನ್ನ മുറിവേറ്റവന്റെ സ്നേഹിതനാണെങ്കിൽ നിന്റെ പേരാണ് പാസ്റ്റർ എന്ന്. ನೀನು ಮುರಿಯಲ್ಪಟ್ಟವನಿಗೆ ಸ್ನೇಹಿತನಾಗಿರೋದಾದ್ರೆ ನಿನ್ನ ಹೆಸರು ಪಾಸ್ಟರ್ ಎಂಬುದಾಗಿ. മുടഞ്ഞു കിടക്കുന്നവന്റെ സ്നേഹിതനാണ് നീ എങ്കിൽ നിന്റെ പേര് മിഷണറി എന്നാണ്. ಗಾಯವುಳ್ಳವನಿಗಾಗಿ ನೀನಿರುವುದಾದ್ರೆ ನಿನ್ನ ಹೆಸರು ಮಿಷನರಿ. തകർന്നു കിടക്കുന്നവനെ സ്നേഹിതനാണെങ്കിൽ നീ എങ്കിൽ നിന്റെ പേര് പാസ്റ്റർ എന്നാണ്. ಓ ಗಾಯಗಳಿಂದ ತುಂಬಲ್ಪಟ್ಟವನಿಗೆ ನೀನು ಸ್ನೇಹಿತನಾಗಿರೋದಾದ್ರೆ ನಿನ್ನ ಹೆಸರು ಪಾಸ್ಟರ್. ആശ്വാസമില്ലാത്തവരെ കൂട്ടിച്ചേർക്കുന്നവനാണ് എന്നാണ് നിന്റെ പേരെങ്കിൽ നിന്റെ പേര് അധ്യക്ഷൻ എന്നാണ്. ಆಧರಣೆ ಇಲ್ಲದೆ ಇರುವವರನ್ನ ಕೂಡಿಸಿ ಒಂದು ಸ್ಥಳದಲ್ಲಿ ಸೇರಿಸುನಾದ್ರೆ ನೀನು ಅಭಿಷಕ್ತನು. അത് സുവിശേഷം കരുണയുടെ ഭാഗമാണ്. ಸ್ವಾರ್ಥಿಯ ಸೇವೆ ಎನ್ನುವಂಥದ್ದು ಕರುಣೆಯ ಭಾಗವಾಗಿದೆ. യേശു കരുണ വേണ്ടുവോളം നമുക്കായി തരുന്നു. ಯೇಸು ನಮಗೆ ಬೇಕಾಗಿರುವ ಕರುಣೆಯನ್ನು ಹೇರಾಳವಾಗಿ ನಮಗೆ ಕೊಡುತ್ತಾನೆ. കരങ്ങളി അടിച്ചെന്ന് കർത്താവിനെ മഹത്വം കൊടുക്കാം. ತಟ್ಟಿ ನಮ್ಮ ದೇವರಿಗೆ ಮಹಿಮೆ ಕೊಡೋಣ. ഓ രഗ ശതുന രഗത മനഗത രഗത രഗതേ അക്ഷര മനഗത രഗതക നഗതക രഗതക നഗതക നഗതക രഗതേ അദഗര മനഗത രഗതക നഗതക രഗതക നഗതേ അബ്ദാനന്ദം രൗഢപരാധം ജഗടഗദാരം ജീകരമൗഢം രവനഗത രഗത ദഗനഗദാരം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 ಕೊರಿಂಥರಿಗೆ ಎഴുതിയ ലേഖനം, 1 ಕೊರಿಂಥದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 1ാം വാക്യം, 1ನೇ ಅಧ್ಯಾಯದ 1ನೇ ವಚನ. 1:1. 1ನೇ ಅಧ್ಯಾಯದ 1ನೇ ವಚನ വായിക്കാമോ? ഇവിടെ പൗലോസ് പറയാണ്, ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസ്. ಪೌಲನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ದೇವರ ಚಿತ್ತದಿಂದ ಯೇಸು ಕ್ರಿಸ್ತನ ಅಪೊಸ್ತಲನಾಗುವುದಕ್ಕೆ ಕರೆಯಲ್ಪಟ್ಟವನು. എന്താണ് ഈ ദൈവേഷ്ടം? ಏನು ಈ ದೇವರ ಚಿತ್ತ? എന്റെയും നിന്റെയും ನನ್ನ ಮತ್ತು ನಿನ್ನ വരാൻ പോകുന്ന തകർച്ചകളും ಬರುವುದಕ್ಕಾಗಿರುವಂತ ಎಲ್ಲ ಬೀಳುವಿಕೆಗಳು, ഇല്ലെങ്കിൽ ഒരു പിന്മാറ്റത്തെയോ ಅಥವಾ ಹಿಂಜಾರುವಿಕೆಯೋ, അതുമല്ല ಅವಿಶ್ವಾಸತೆಯೋ, ಅಥವಾ ಅವಿಶ್ವಾಸವೋ, അല്ല നമ്മുടെ ഉള്ളിലെ ദുഷ്ടതയോ, ಅಥವಾ ನಮ್ಮೊಳಗಡೆ ಇರುವ ದುಷ್ಟತೆಯೋ, ഇതെല്ലാം അറിയുന്നവനാണ് യേശു. ಇದೆಲ್ಲವನ್ನ ಅರಿತವನಾಗಿದ್ದಾನೆ ಯೇಸು. നമ്മുടെ പ്രകൃതിയെ അങ്ങനെ തന്നെ അറിഞ്ഞിരിക്കുമ്പോൾ, ನಮ್ಮ ಪ್ರಕೃತಿಯನ್ನು ಹಾಗೆ ಅರಿತವನಾಗಿರುವಾಗ, അങ്ങനെ തന്നെ അറിഞ്ഞിരിക്കുമ്പോൾ, ಹಾಗೆಯೇ ಆತನು ಪ್ರಕಟಿಸುವಾಗ, ആ മഹാ അറിവുള്ളവൻ നമ്മളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചുവെങ്കിൽ, ಆ ದೊಡ್ಡ ಘನವಾದ ಸೇವೆಗಾಗಿ ದೇವರು ನಮ್ಮನ್ನು ಕರೆದಿದ್ದಾನೆ ആ ಅನ್ನೋದು വിളിയുടെ പേരാണ് കരുണയാൽ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നു. ಆತನು ತನ್ನ ಕರುಣೆಯಿಂದ ನಮ್ಮನ್ನು ആ ಕರೆದಿದ್ದಾನೆ. കരങ്ങൾ അടിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ಕೈಗಳನ್ನು ತಟ್ಟಿ ಆ ಕರುಣೆಗೆ ആ വിളിയുടെ പേരാണ് കരുണയാൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ನಮ್ಮನ್ನ ಯಾರು ಎಂಬುದಾಗಿ ಅರಿತೇ ದೇವರು നിന്റെ ಸೇವೆಗೆ അതിന്റെ ಕರೆದಿದ್ದಾನೆ. പുറകിൽ ഒരു വിദ്യാഭ്യാസമില്ല, ನಮಗೆ ಏನು ವಿದ್ಯಾಭ್ಯಾಸ
ಇಲ್ಲ, നിന്റെ കഴിവില്ല, ನಿನಗೆ ತಲಾಂತ್ ಇಲ್ಲ, നിന്റെ BTH ഇല്ല, ನಿನ್ನ BTH ಇಲ್ಲ, നിന്റെ MD ഇല്ല, നിന്റെ പുറകിൽ ನಿನ್ನ MD ಇಲ್ಲ, നിന്റെ പാരമ്പര്യം പറയുവാനല്ല, ನಿನ್ನ ಪಾರಂಪರ್ಯವನ್ನ ಕೂಗಿ ಹೇಳಲಿಕ್ಕೆ യേശു ಅಲ್ಲ. ശുശ്രൂഷയ്ക്കായി നിന്നെ വിളിച്ചുവെങ്കിൽ ಯೇಸು ನಿನ್ನನ್ನು ಸೇವೆಗಾಗಿ അതിന്റെ ಕರೆದಿರೋದಾದ್ರೆ പുറകിൽ കരുണയാണെന്നാണ് പൗലോസ് പറയുന്നത്. ಅದರ ಮೂಲಕವಾಗಿ ಕರುಣೆ ഓ, ತೋರಿಸಬೇಕು. കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത, കരങ്ങളെ അടിച്ച് ಗಳಿಸೋಣ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ അകത്തിന്റെ മേഖലകളെ ഉടച്ചു കളയുകയാണ് ആത്മാവിൽ. എല്ലാ നിഗളത്തിന്റെ വ്യാപാര ശക്തികളെയും എല്ലാ ഞാനെന്ന ഭാവത്തെയും യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ഉടയ്ക്കുകയാ. പകരം കരുണയുടെ ഒരു അഭിഷേകം ആത്മാവിൽ ഇവിടെ പകരപ്പെടട്ടെ. ಕರುಣೆಯ ಅಭಿಷೇಕ ಆತ್ಮನ ಮೂಲಕ ಇಲ್ಲಿ ಪ್ರಕಟವಾಗಲಿ. ಹೃದಯದ ಒಳಗಡೆ ಇರುವಂತ ಎಲ್ಲ ಕಾಠಿಣ್ಯತೆಗಳು ಒಡೆಯಲ್ಪಡಲಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. എന്താണ് ആ വാക്കുകളുടെ അർത്ഥം? ಏನು ಆ ವಾಕ್ಯದ ಅರ್ಥ? ദൈവ ഇഷ്ടത്താൽ ഞാൻ അപ്പോസ്തലനായി തീർന്നു എന്ന വാക്കിന് അർത്ഥം എന്താണ്? ಆ ವಾಕ್ಯದ ಅರ್ಥ ದೇವರ ಚಿತ್ತದಿಂದ ನಾನು ಅಪೊಸ್ತಲನಾಗಿ ಕರೆಯಲ್ಪಟ್ಟೆ ಅಂದ್ರೆ ಏನರ್ಥ? ഒരേ ഒരു അർത്ഥമുള്ളൂ, യേശുവിന് നമ്മളോട് കരുണ തോന്നി എന്ന് മാത്രം. ಒಂದೇ ಒಂದು ಅರ್ಥ, ಯೇಸುವಿಗೆ ನಮ್ಮ ಮೇಲೆ ಕರುಣೆ ಇದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പ്രശംസിക്കാൻ ഏറെയുണ്ടെന്ന് ലേഖനങ്ങളിൽ എഴുതിയ ಹೊಗಳಿಕೊಳ್ಳಿಕ್ಕಾಗಿ ಏನಾದ್ರೂ ಇದೆ ಅಂತ ಹೇಳಿ ಪತ್ರಿಕೆಯಲ್ಲಿ ಬರೆದ್ರೆ അപ്പോസ്തലൻ അങ്ങ് താഴേക്ക് വരികയാ. ಅಪೊಸ್ತಲನೆಂಬುದಾಗಿ ಆತನ ಕೆಳಗಡೆ ಬರ್ತಾ ಇದ್ದಾನೆ. അവന്റെ അപ്പോസ്തലികത്തെ കുറിച്ച് ചില ചർച്ചകൾ കൊരിന്തിൽ സംഭവിച്ചു. ಆ ಅಪೊಸ್ತಲನ ಕರೆಯುವಿಕೆಯ ಕುರಿತಾಗಿ ಚರ್ಚೆಗಳು ಕೊರಿಂಥ ಸಭೆಯಲ್ಲಿ ನಡೀತು. അവിടെയും തന്റെ ആ അഭിപ്രായം ഇതാണ്, എന്റെ അപ്പോസ്തലത്വം അത് ദൈവത്തിന്റെ കരുണയാൽ സംഭവിച്ചതാണ്. ಅಲ್ಲಿಯೂ ಕೂಡ ಅವನು ಪ್ರಸ್ತಾಪಿಸಿ ಹೇಳುವಂತದ್ದು, ನನಗೆ ಅಪೊಸ್ತಲತನವು ಕರ್ತನಿಂದಲೇ ಕರುಣೆಯಿಂದ ದೊರಕಿದೆ ಎಂಬುದಾಗಿ. കരകണ്ണടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ಕೈಗಳನ್ನ ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆಯನ್ನು ಕೊಡೋಣ. എനിക്കിങ്ങനെ മുന്നോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ ഞാനിവിടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒരു നിമിഷം നിങ്ങൾ എഴുന്നേറ്റ് നിന്നാട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ വലിയ മീറ്റിംഗ്, ഈ മഹായോഗത്തെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ആരുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നത്? കരുണാകരനായ ದಾವೀದ ಪುತ್ರನ ಕರಗಳಿಗೆ നമ്മൾ ಏಲ್ಪಿക്കുക. ಈ ಸಮಯದಲ್ಲಿ ಮುಂದುವರಿಯಲಿಕ್ಕಾಗಿ ಇನ್ನೂ ಅನೇಕ ವಿಚಾರಗಳಿದೆ, ಆದರೂ ನಾನು ಇಲ್ಲಿಗೆ ಮುಕ್ತಾಯ ಮಾಡಲಿಕ್ಕಾಗಿದ್ದೇನೆ. ದಯಮಾಡಿ ನೀವು ಎದ್ದು ನಿಂತುಕೊಳ್ಳೋದಾದ್ರೆ ಈ ಸಮಯದಲ್ಲಿ ಕರುಣೆಯನ್ನ ಪ್ರಕಟಿಸುವ ದೇವರ ಸಾನ್ನಿಧ್ಯವನ್ನು ನಾವು ಬರಮಾಡಿಕೊಳ್ಳೋಣ. ಎಲ್ಲ ಕಣ್ಣುಗಳು ನೋಡಚ್ಚ, ಎಲ್ಲ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿರಿ. ಸ್ತೋತ್ರ 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 ಕರ್ತನೆ. 121 സങ്കീർത്തനം വായിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കൈകളിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കൈയിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. യഹോവേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ. ഞങ്ങൾ നിന്ന് സഹിച്ചു മടുത്തിരിക്കുന്നു. സുഖിയന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്നെയും സഹിച്ച് ഞങ്ങളുടെ മനം മടുത്തു, ഏറ്റവും മടുത്തിരിക്കുന്നു. 123ನೇ ಕೀರ್ತನೆ. ಪರಲೋಕದಲ್ಲಿ ಆಸೀನನಾಗಿರುವ ಆತನೇ, ನನ್ನ ಕಣ್ಣುಗಳನ್ನು ನಿನ್ನ ಕಡೆಗೆ ಎತ್ತಿದ್ದೇನೆ. ಯಜಮಾನನ ಕೈಯನ್ನು ದಾಸನ ಕಣ್ಣುಗಳು, ಯಜಮಾನಿಯ ಕೈಯನ್ನು ದಾಸಿಯ ಕಣ್ಣುಗಳು ನೋಡುವ ಪ್ರಕಾರವೇ ನಮ್ಮ ಕಣ್ಣುಗಳು ಯೆಹೋವ ದೇವರನ್ನು ನೋಡುತ್ತಾ ಆತನ ಕಟಾಕ್ಷವನ್ನು ನಿರೀಕ್ಷಿಸಿಕೊಂಡಿವೆ. ಯೆಹೋವನೇ, ನಮ್ಮನ್ನು ಕಟಾಕ್ಷಿಸು. ಅಪಮಾನ ಹೊಂದಿ ನಮಗೆ ಸಾಕಾಯಿತು. ಕರ್ತಾವೇ, ഞങ്ങളോട് കരുണ തോന്നണമേ. ನಮ್ಮೊಂದಿಗೆ ನಿನ್ನ ಕರುಣೆ ಪ್ರಕಟವಾಗಲಿ. പിതാവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ತಂದೆಯೇ, ನಿನ್ನ ಕರುಣೆ ನಮಗೆ ಪ್ರಕಟವಾಗಲಿ. മറ്റുള്ളവർ ഞങ്ങൾ നിന്ദിക്കാതിരിക്കേണ്ടതിന്, ಮತ್ತೊಬ್ಬರು ನಮ್ಮನ್ನು ಅವಮಾನ ಪಡಿಸದೇ ಇರ್ಲಿಕ್ಕಾಗಿ, മറ്റുള്ളവർ ഞങ്ങൾ പരിഹസിക്കാതിരിക്കേണ്ടതിന്, ಮತ್ತೊಬ್ಬರು ನಮ್ಮನ್ನು ಪರಿಹಾಸ್ಯ ಮಾಡದೇ ಇರ್ಲಿಕ್ಕಾಗಿ, ഞങ്ങൾ ജാതികളുടെ ഇടയിൽ എണ്ണപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, ದೇವರೇ, ಅನ್ಯ ಜಾತಿಗಳ ಮಧ್ಯದಲ್ಲಿ ನಾವು ಎಣಿಸಲ್ಪಟ್ಟವರಾಗಿ ಹೋಗದ ಹಾಗೆ, ഞങ്ങൾ ആത്മീയ പ്രവാസങ്ങളിലേക്ക് പോകാതിരിക്കേണ്ടതിന്, ನಾವು ಆತ್ಮಿಕ ಪ್ರವಾಸಕ್ಕೆ ಹೋಗದೇ ಇರುವ ಹಾಗೆ, ഞങ്ങളുടെ കർത്താവേ, ನಮ್ಮ ಕರ್ತನೆ, ഞങ്ങളുടെ ഉള്ളിൽ ನಮ್ಮ ಒಳಗೆ കരുണ തോന്നേണ്ടതിന്, ಕರುಣೆ ಉಂಟಾಗುವುದಕ್ಕೆ, ഞങ്ങൾ കരുണയുള്ളവരാകേണ്ടതിന്, ಕರುಣೆ ಉಳ್ಳವರಾಗಲಿಕ್ಕಾಗಿ അവിടുന്ന് കൃപ തോന്നണമേ കർത്താവേ. ഞങ്ങളോട് കൃപ ನಮ್ಮ ಮೇಲೆ ಉಂಟಾಗಲಿ ಸ್ವಾಮಿ. ആമേൻ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് നാളെയും നടക്കുന്ന ഈ വിലയേറിയ മീറ്റിങ്ങുകൾ, ഈ മഹായോഗങ്ങൾ, ഈ പാസ്റ്റേഴ്സിന്റെ ഈ വലിയേറിയ യോഗങ്ങൾ, ഓരോ നിമിഷങ്ങളും, ഓരോ സെക്കൻഡുകളും, ഓരോ മണിക്കൂറുകളും,
ഓരോ ദിവസങ്ങളും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ದೇವರೇ, കർത്താവേ, അങ്ങയുടെ വലുതും ഭയങ്കരമായ നാമത്തിൽ ഇതിനെ ഉദ്ഘാടനം ചെയ്യുന്നു. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണം, അത്ഭുതങ്ങൾ ചെയ്യണം, അത്ഭുതങ്ങൾ ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.